സ്ക്രീൻ കാണണ്ടോ? ആ ഓക്കെ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഇത് ഗൈനീഷ്യ വരെ പറഞ്ഞ് നിർത്തി. ഇന്ന് ഭയങ്കര ചെറിയ ക്ലാസ്സാ. ഫ്രൂട്ട്, സീഡ്, പിന്നെന്താണ് കുറച്ച് ടെക്നിക്കൽ, എന്താ പറയാ, സെമി ടെക്നിക്കൽ ഡെഫിനിഷൻ ഓഫ് എ ഫ്ലവറിങ് പ്ലാന്റ്, അതേപോലെ ഫാമിലി. ഫാമിലി ഞാൻ പറഞ്ഞു ഓൾറെഡി. എന്താണ് സൊളനേസിയെ മാത്രമേ ഇപ്പൊ ഞാൻ തൽക്കാലം എടുക്കുന്നുള്ളൂ. ബാക്കി എന്താണ് ആക്ച്വലി ഒരു ഫാമിലി പഠിച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള പഠിക്കാൻ പറ്റും. അപ്പൊ ബാക്കി എന്തോ PDF കാര്യം എന്തോ മിസ് ഷെയർ ചെയ്ത് തരാ പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ല. നീറ്റിന് സിലബസിൽ സോളനേസി ഇല്ല. ഇല്ല, പക്ഷെ എന്താ പറയാ, ടെക്സ്റ്റിലുള്ള സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു പോവാ. ഞാൻ കണ്ട് നിങ്ങളുടെ സിലബസ്. അപ്പൊ മാം പറഞ്ഞ് ആ ഉള്ളത് ഏതൊക്കെ ഫാമിലീസ് ആണോ അത് ഉള്ള എന്തോ ഒരു PDF കാര്യം എന്തുകൊണ്ട് മാം ഷെയർ ചെയ്ത് തരാന്ന് പറഞ്ഞു. അതായത് സൊളനേസിയ പറഞ്ഞ എന്താന്ന് വെച്ചാല്, സൊളനേസിയ പറഞ്ഞാല് ബാക്കിയുള്ളത് എങ്ങനെ പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് സൊളനേസിയ എന്ത് ചെയ്യാം പറഞ്ഞിട്ട് പോവാം. അപ്പോ എന്താണ് ഫ്രൂട്ട്. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എന്താണ് ഫ്ലവറിങ് പ്ലാന്റ്സ്. ഫ്ലവറിങ് പ്ലാന്റ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ത്? ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്. ഫ്ലവറിങ് പ്ലാന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ത്? ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രൂട്ട് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഓവറിയാണ് എന്ത് ഫ്രൂട്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓവറിയാണ് എന്ത് ഫ്രൂട്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എപ്പോ? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഓവർ എന്തായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. അതേപോലെ ഒവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. അപ്പൊ യൂഷ്വലി ഒരു ഫ്രൂട്ടിന് എന്താ ഉണ്ടാവുക? രണ്ട് രണ്ട് പാർട്ട് ഉണ്ടാവും. യൂഷ്വലി ഒരു ഫ്രൂട്ടിന് രണ്ട് പാർട്ട് ഉണ്ടാവും. ഇതാണ് ഒരു ഫ്രൂട്ട് വിചാരിക്കും. യൂഷ്വലി ഒരു ഫ്രൂട്ടിന് എന്തുണ്ടാവും? രണ്ട് പാർട്ട് ഉണ്ടാവും. ഈ പുറത്തുള്ള ഈ ഒരു പാർട്ടിനാണ് നമ്മൾ എന്ത് പറയാ? ഇതിന് നമ്മള് പെരികാർപ്പ് എന്ന് പറയും. പിന്നെ എന്തുണ്ടാവും? ഒരു സീഡും ഉണ്ടാവും. ഫ്രൂട്ടിന് എന്തുണ്ടാവും? പെരികാർപ്പ് ഉണ്ടാവും, സീഡും ഉണ്ടാവും. സാധാരണ ഇങ്ങനെയാണ് കാണല്. പക്ഷെ ചില ഫ്രൂട്ട്സിൽ കുറച്ച് എന്താണ് തിക്ക് ആൻഡ് ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ എന്ത് ചെയ്യും? ഈ പെരികാർപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് 3 ലെയർ ആവും. ആരിലാണ്? ഇൻ തിക്ക് ആൻഡ് ഫ്ലഷി ഫ്രൂട്ട്സിൽ. തിക്ക് ആൻഡ് ഫ്ലഷി ഫ്രൂട്ട്സിൽ എന്താ സംഭവിക്കുക? പെരികാർപ്പ് വിൽ ഡിഫറൻഷിയേറ്റ്. എന്തായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും? 3 ലെയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും? ഇൻറ്റു 3 ലെയേഴ്സ് ആണ്. ഇൻറ്റു 3 ലെയേഴ്സ്, 3 ലെയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഏതൊക്കെയാണ് ആ ലെയേഴ്സ്? ഒന്ന് എന്താണ്? മോസ്റ്റ് ഔട്ടർ ലെയർ ആണ് എന്ത്? ഔട്ടർ ലെയർ നമ്മൾ ഔട്ടർ എപ്പികാർപ്പ് എന്ന് വിളിക്കും. പിന്നെ ഒരു മിഡിൽ ലെയർ ഉണ്ട്. മിഡിൽ ലെയർ നമ്മൾ എന്ത് വിളിക്കും? മിഡിൽ ലെയർ നമ്മൾ മീസോകാർപ്പ് എന്ന് വിളിക്കും. അതേപോലെ എന്തുണ്ട്? ഒരു ഇന്നർ ലെയർ ഉണ്ട്. ഇന്നർ ലെയർ നമ്മൾ എന്ത് വിളിക്കും? ഇന്നർ ലെയറിനെ നമ്മൾ എൻഡോകാർപ്പ് എന്ന് വിളിക്കും. ഇന്നർ ലെയറിനെ എൻഡോകാർപ്പ് എന്ന് വിളിക്കും. അപ്പൊ യൂഷ്വലി ഫ്രൂട്ടിൽ ഒരു പെരികാർപ്പും സീഡും ആണ് ഉണ്ടാവുക. പക്ഷെ തിക്ക് ആൻഡ് ഫ്ലഷി ഫ്രൂട്ട്സിൽ എന്ത് ചെയ്യും? ഇവർക്ക് എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് വരക്കാം. തിക്ക് ആൻഡ് ഫ്ലഷി ഫ്രൂട്ടിൽ ഈ പെരികാർപ്പ് എന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് മാംഗോനെയാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് മാംഗോ തന്നെ നോക്കാം. ഇവർക്ക് എന്തുണ്ടാവും? ഒരു എപ്പികാർപ്പ് ഉണ്ടാവും. ഇത് സീഡാണ്. ഇത് സീഡ്. ഇതാണ് ഒരു ലെയർ. ഓക്കെ. അപ്പൊ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ഈ ഒരു ലെയറിനെ നമ്മൾ എന്ത് വിളിക്കുക?
എപ്പികാർപ്പ് എന്ന് വിളിക്കാം. ഈ ലെയറിനെ എപ്പികാർപ്പ് എന്ന് വിളിക്കും. അതിനുശേഷം ഉള്ളിലുള്ള ഈ ഒരു തിക്ക് യെല്ലോ പോർഷൻ നമ്മൾ എന്ത് വിളിക്കും? മീസോ കാർപ്പ് എന്ന് വിളിക്കും. പിന്നെ സീഡിനോട് അടുത്ത് കിടക്കുന്ന ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ മാങ്ങ ഒക്കെ കഴിക്കുമ്പോൾ നമുക്കറിയാം സീഡിന്റെ തൊട്ടടുത്ത് എത്തുന്നതിന് മുന്നേ കുറച്ചൊരു തിക്കായിട്ടുള്ള പോർഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഇത് നമ്മൾ എന്ത് വിളിക്കും? എൻഡോകാർപ്പ് എന്ന് വിളിക്കും. പിന്നെ ഇതെന്താണ്? ഇത് സീഡാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട്? എന്താണ്? ഔട്ടർ എപ്പികാർപ്പ് ഉണ്ട്, മിഡിൽ മീസോകാർപ്പ്, എന്താണ്? ഇന്നർ എൻഡോകാർപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? കോക്കനട്ട് അഥവാ തേങ്ങനെ പറ്റിയിട്ടാണ്. തേങ്ങയിൽ എന്തുണ്ടാവുക? തേങ്ങയിൽ ഒരു എപ്പികാർപ്പ് ഉണ്ട്. ഇവിടെ ഫിഗർ നോക്കണം. എന്തുണ്ട്? എപ്പികാർപ്പ് ഉണ്ട്. ഈ ഔട്ടർ ആയിട്ടുള്ള പോർഷൻ ആണ് തേങ്ങയുടെ എപ്പികാർപ്പ് ഉണ്ട്. മീസോകാർപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താണ്? മീസോകാർപ്പ് എന്ന് പറയുമ്പോൾ തേങ്ങയില് നമ്മൾ ചകിരി ഇല്ലേ, അതാണ് എന്ത്? മീസോകാർപ്പ്. ഈ പുറത്തുള്ള ഇങ്ങനെ ചകിരി പോലത്തെ സംഭവമാണ് എന്ത്? മീസോകാർപ്പ്. എൻഡോകാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോകാർപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ കണ്ട, അതിൻ്റെ ഉള്ളിലുള്ള നമ്മളുടെ ഈ ചിരട്ട പോർഷൻ ഇല്ലേ, അതാണ് എന്ത്? തേങ്ങയുടെ എൻഡോകാർപ്പ്. തേങ്ങക്ക് എന്തൊക്കെയുണ്ട്? എപ്പികാർപ്പ് ഉണ്ട്, മീസോകാർപ്പ് ഉണ്ട്, എൻഡോകാർപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ എന്താ പറയുക, മാംഗോന്റെയും അതേപോലെ എന്താണ് കോക്കനട്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ഇവരെ എന്താണ് വിളിക്കുക? ഇവരെ ഡ്രൂപ്പ് എന്നാണ് വിളിക്കുക. പല ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്, അതിലൊരു ടൈപ്പ് ഫ്രൂട്ടാണ് എന്ത്? ഡ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഡ്രൂപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ദേ ഡെവലപ്പ് ഫ്രം മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി. ഒരു സിംഗിൾ കാർപ്പലിനായിരിക്കും. പിന്നെ എന്തായിരിക്കും? ആ കാർപ്പലുള്ള ഓവറി എന്തായിരിക്കും? സുപ്പീരിയർ ആയിരിക്കും. ഇപ്പൊ ഡ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട്സ് വിച്ച് ഡെവലപ്പ് ഫ്രം മോണോ കാർപ്പലറി സുപ്പീരിയർ ഓവറി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഡ്രൂപ്പ് പറഞ്ഞ ഫ്രൂട്ട്സിന് എന്താ ഉണ്ടാവുക? മോണോ കാർപ്പലറി സുപ്പീരിയർ ഓവറി. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ഇത്? മാംഗോയും കോക്കനട്ടും. മറക്കരുത്, എക്സാമ്പിൾസ് ആണ് ഇത്? മാംഗോയും കോക്കനട്ടും. പിന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസ് ചെയ്യാതെ ഉണ്ടാവണ ഫ്രൂട്ടിന് നമ്മളൊരു പേര് പറയും. എന്താണ്? ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്. എന്താണ്? പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്. ഫെർട്ടിലൈസ് ചെയ്യാതെ ഉണ്ടാവുന്ന ഫ്രൂട്ടിന്റെ പേരാണ് എന്ത്? പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ഒന്ന് പൈനാപ്പിൾ. പൈനാപ്പിൾ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? സീഡ് കാണാൻ പറ്റില്ലല്ലോ. അടുത്തത് ഏതാണ്? ബനാന. ഇവരൊക്കെ എന്താണ്? ഫെർട്ടിലൈസേഷൻ ചെയ്യാണ്ട് ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് ആണ്. അപ്പൊ എന്താണ്? ഇത്രയും കാര്യങ്ങൾ എന്തിൽ പറയണുള്ളൂ? ഫ്രൂട്ടിൽ പറഞ്ഞതേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആണ്. എന്തൊക്കെയാ ഇപ്പൊ നമ്മൾ പറഞ്ഞേ? ഒന്ന് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്. ഫ്ലവറിംഗ് പ്ലാന്റിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ത്? ഫ്രൂട്ട് അല്ലെ? ഓവറി ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? ഫ്രൂട്ട് ഉണ്ടാവുക. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഓവറിയാണ് എന്തായിട്ട് മാറുക? ഫ്രൂട്ട് ആയിട്ട് മാറുക. യൂഷ്വലി ഫ്രൂട്ടിന് രണ്ട് പാർട്ട് ഉണ്ടാവും. ഒരു പെരികാർപ്പ് ഉണ്ടാവും, സീഡും ഉണ്ടാവും. പെരികാർപ്പാണ് എന്ത്? നമുക്ക് എഡിബിൾ ആയിട്ടുള്ള തിക്ക് ഫ്ലഷി പാർട്ടാണ് പെരികാർപ്പ്. ചില ഫ്രൂട്ട്സിൽ പെരികാർപ്പ് എന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? 3 ലെയേഴ്സ് ആവും. ഏതൊക്കെയാണ്? ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ്, ഇന്നർ എൻഡോകാർപ്പ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇത്? മാംഗോ. ഇനി കോക്കനട്ടിലും ഇതേപോലത്തെ ഡിഫറൻസിയേഷൻ ഉണ്ട്. എപ്പികാർപ്പ് ഉണ്ട്, മീസോകാർപ്പ് ഉണ്ട്, എൻഡോകാർപ്പ് ഉണ്ട്. മീസോകാർപ്പാണ് നമ്മളുടെ എന്ത്? ചകിരി പോർഷൻ. എൻഡോകാർപ്പാണ് നമ്മുടെ മറ്റേ ചിരട്ട വരുന്നതൊക്കെയാണ് എന്ത്? എൻഡോകാർപ്പ്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? പിന്നെ കോക്കനട്ടിനെയും മാംഗോനെയും നമ്മൾ ഡ്രൂപ്പ് എന്ന് പറയുന്നത്. ഡ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഓഫ് ഫ്രൂട്ട്. അവർക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റ കാർപ്പലായിരിക്കും ഉണ്ടാവുക. മോണോ കാർപ്പലറി എന്ന് പറഞ്ഞാൽ സിംഗിൾ കാർപ്പലായിരിക്കും ഉണ്ടാവുക. പിന്നെ എന്താണ്? അവരുടെ ഓവറി എന്തായിരിക്കും? സുപ്പീരിയർ ആയിരിക്കും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞു? ഫെർട്ടിലൈസേഷൻ ചെയ്യാതെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സിനെ നമ്മൾ എന്ത് വിളിക്കും? പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട് എന്ന് വിളിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ബനാനയും പൈനാപ്പിളും. ഓക്കെ, എൻസിആർടിയിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഫ്രൂട്ട് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇറ്റ് ഈസ് എ മെച്യൂർ ഓർ റൈപ്പൺഡ് ഓവറി. മെച്യൂർ ചെയ്ത് അല്ലെങ്കിൽ റൈപ്പൺഡ് ഓവറിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫ്രൂട്ട് എന്ന് വിളിക്കുക.
എപ്പോ? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി മെച്യൂർ ആയിട്ടാണ് എന്തുണ്ടാവുക? ഫ്രൂട്ട് ഉണ്ടാവുക. ഇഫ് എ ഫ്രൂട്ട് ഇസ് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ അത് നമ്മൾ എന്ത് വിളിക്കും? അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്. ഓക്കെ. ജനറലി ദ ഫ്രൂട്ട് കൺസിസ്റ്റ് ഓഫ് എ വാൾ ഓർ പെരികാർപ്പ് ആൻഡ് സീഡ്സ്. യൂഷ്വലി എന്താ ഉണ്ടാവുക? ഒരു ഫ്രൂട്ട് വാൾ ഉണ്ടാവും, സീഡും ഉണ്ടാവും. ഫ്രൂട്ട് വാൾ നമ്മൾ എന്ത് വിളിക്കും? പെരികാർപ്പ് എന്ന് വിളിക്കും. പെരികാർപ്പ് എന്താവും? ചിലപ്പോൾ ഡ്രൈ ഓർ ഫ്ലഷി ആവും. ഡ്രൈ ആവാം, ഫ്ലഷി ആവാം. വെൻ പെരികാർപ്പ് ഇസ് തിക്ക് ആൻഡ് ഫ്ലഷി, പെരികാർപ്പ് തിക്കും ഫ്ലഷി ആവുമ്പോൾ അതെന്ത് ചെയ്യും? 3 ലെയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഏതൊക്കെയാണ് 3 ലെയർ? ഒന്ന് ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ്, ഇന്നർ എൻഡോകാർപ്പ്. ഓക്കെ. പിന്നെന്താ പറയണത്? ഇൻ മാംഗോ ആൻഡ് കോക്കനട്ട് ഇതിൽ രണ്ടിലും എന്തുണ്ട്? ഈ 3 ലെയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട് ഇസ് നോൺ എസ് ഡ്രൂപ്പ്. ഫ്രൂട്ടിന് മാംഗോയിലും കോക്കനട്ടിലുള്ള ഫ്രൂട്ടിന് നമ്മൾ ഡ്രൂപ്പ് എന്നാ പറയാ. എന്തുകൊണ്ടാണ് ഡ്രൂപ്പ് എന്ന് വിളിക്കുക? ദേ ഡെവലപ്പ് ഫ്രം മോണോ കാർപ്പിലറി സുപ്പീരിയർ ഓവറി ആൻഡ് ആർ വൺ സീഡഡ്. അതും കൂടി ഉണ്ട് കേട്ടോ. ദേ ഡെവലപ്പ് ഫ്രം മോണോകാർപ്പിലറി സുപ്പീരിയർ ഓവറി ആൻഡ് ആർ എന്താണ്? വൺ സീഡഡ്. അവർക്ക് എന്തുണ്ടാവുള്ളൂ? ഒറ്റ സീഡേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ദേ ഡെവലപ്പ് ഫ്രം മോണോകാർപ്പിലറി സുപ്പീരിയർ ഓവറി ആൻഡ് ആർ എന്താണ്? വൺ സീഡഡ്. ഓക്കെ. ഇൻ മാംഗോ ദ പെരികാർപ്പസ് വെൽ ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു എന്താണ്? വെൽ ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഔട്ടർ തിൻ എപ്പികാർപ്പ്, മിഡിൽ ഫ്ലഷി എഡിബിൾ മീസോകാർപ്പ് ആൻഡ് ഇന്നർ സ്റ്റോണി ഹാർഡ് എൻഡോകാർപ്പ്. നമ്മളിവിടെ ഫിഗർ വരച്ച് അല്ലെ? ഔട്ടർ എപ്പികാർപ്പ് ഉണ്ട്. ദാ മിഡിൽ ഈ യെല്ലോ കളർ കൊടുത്തിട്ടില്ലേ? ഈ യെല്ലോ കളർ കൊടുത്തതാണ് എന്ത്? മീസോകാർപ്പ്. ഒരു മിനിറ്റ്, എപ്പികാർപ്പിന്റെ കളർ ഞാൻ എന്ത് ചെയ്തരാ? ചേഞ്ച് ചെയ്തരാ. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ്. ഉം. ഇതാണ് എന്ത്? ഇതാണ് എപ്പികാർപ്പ്. ഔട്ടർ ലെയർ ആണ് എന്ത്? എപ്പികാർപ്പ്. നമ്മൾ മാങ്ങയുടെ തൊലി, അതാണ് എന്ത്? എപ്പികാർപ്പ്. പിന്നെ തിക് ഫ്ലഷ് നമ്മൾ തിന്നണ ഭാഗമാണ് എന്ത്? മീസോകാർപ്പ്. എൻഡോകാർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീഡ് എത്താനാവുമ്പോൾ എന്ത് നമുക്ക് കുറച്ചൊരു ഹാർഡ് ആയിട്ടുള്ള ഒരു പോർഷൻ തോന്നും. അതാണ് എന്ത്? എൻഡോകാർപ്പ്. ഓക്കെ. പിന്നെന്താണ്? ഇൻ കോക്കനട്ട് വിച്ച് ഈസ് ആൾസോ എ ഡ്രൂപ്പ് ദ മീസോകാർപ്പസ് ഫൈബ്രസ്. കോക്കനട്ടും എന്താണ്? ഒരു ഡ്രൂപ്പാണ്. ഇറ്റ് ആൾസോ ഡെവലപ്പ് ഫ്രം മോണോകാർപ്പിലറി സുപ്പീരിയർ ഓവറി. പിന്നെന്താണ്? വൺ സീഡഡ് ആണ്. അവിടെ മീസോകാർപ്പ് എന്താണ്? ഫൈബ്രസ് ആണ്. അപ്പൊ അത്രയേ ഉള്ളൂ എന്തിനെ പറ്റി പറയണത്? ഫ്രൂട്ടിനെ പറ്റി പറയണത്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുണ്ടാവും. ഇപ്പൊ നമ്മൾ കോക്കനട്ടിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എഡിബിൾ പോർഷൻ എന്താണ് കോക്കനട്ടിൽ? കോക്കനട്ടിൽ നമ്മൾ എഡിബിൾ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തേങ്ങയും തേങ്ങാവെള്ളമൊക്കെ ആണ് നമ്മൾ തിന്നണ സാധനം. തിന്നണ സാധനം എന്താണ്? ഇവിടെ എന്താണ്? എൻഡോസ്പേം ആണ്. തേങ്ങ എന്ന് പറയുമ്പോൾ എന്താണ്? സോളിഡ് എൻഡോസ്പേം ആണ്. വേറെ തേങ്ങാവെള്ളം എന്താണ്? ഇറ്റ് ഈസ് ലിക്വിഡ് എൻഡോസ്പേം. ഓക്കെ. അതും കൂടി എന്ത് ചെയ്യാം? ജസ്റ്റ് അറിഞ്ഞിരിക്കാം. അടുത്ത നമ്മൾ എന്താ പറയാൻ പോണേ? അടുത്ത നമ്മള് സീഡിനെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. സീഡിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? സീഡ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്സ് ഓഫ് സീഡ് ഉണ്ട്. ഏതൊക്കെയാണ് 2 ടൈപ്പ്? പറയ്. ഒന്ന് മോണോക്കോൺ ഉണ്ടായിക്കോട്ടെ. ഉം അടുത്തത് എന്താണ്? ഡൈക്കോട്ട്. 2 ടൈപ്പ് സീഡാണുള്ളത്. മോണോക്കോട്ട് സീഡുണ്ട്, ഡൈക്കോട്ട് സീഡുണ്ട്. ഇപ്പൊ സീഡിനെ പറ്റി പറയുമ്പോൾ സീഡിന് എന്തുണ്ട്? സീഡിന് ഒരു 3 പാർട്ട് ഉണ്ട്. ഡൈക്കോട്ട് സീഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് ആദ്യം എന്തിനെ പറ്റി പറയാം? ഒരു സെക്കൻഡ്. അതിനു മുന്നേ സീഡിന് എന്തുണ്ട്? സീഡ് മെയ്ഡപ്പ് ഓഫ് എന്താണ്? സീഡ് ഇസ് മെയ്ഡപ്പ് ഓഫ് സീഡ് കോട്ട് ഉണ്ട്, പ്ലസ് എന്താണുള്ളത്? എംബ്രിയോ ആണുള്ളത്. സീഡ് ഇസ് മെയ്ഡപ്പ് ഓഫ് എന്താണ്? സീഡ് കോട്ടും ഉണ്ട്, എംബ്രിയോ ഉണ്ട്. ഇനി എംബ്രിയോ എന്തായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? എംബ്രിയോ ഇസ് മെയ്ഡ് ഓഫ് എന്താണ്? എംബ്രിയോ ഈസ് മെയ്ഡ് ഓഫ് എന്തൊക്കെയുണ്ട്? എംബ്രിയോയിൽ എന്തുണ്ടാവും? ഒരു റാഡിക്കിൾ ഉണ്ടാവും, ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും, പിന്നെ എന്താ ഉണ്ടാവുക? കോട്ടിലിഡൺ ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? റാഡിക്കിൾ ഉണ്ടാവും, എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും, പിന്നെ എന്താ ഉണ്ടാവുക? കോട്ടിലിഡൻ ഉണ്ടാവും. ഓക്കെ.
റാഡിക്കൽ ഉണ്ടാവും, എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും, കോട്ടിലിഡൻ ഉണ്ടാവും. അപ്പൊ സീഡ്സ് എന്താണ്? സീഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഓ, നമ്മൾ സീഡ്സ് എന്താന്ന് പറഞ്ഞില്ല അല്ലെ? സീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒവ്യൂൾസ് ആണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുക? സീഡ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എപ്പോ? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഓവറി ഫ്രൂട്ട് ആവും, ഒവ്യൂൾ എന്താവും? സീഡായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, രണ്ട് ടൈപ്പ് സീഡ് ഉണ്ട്. ഏതാണ്? മോണോകോട്ടും ഉണ്ട്, ഡൈക്കോട്ടും ഉണ്ട്. സീഡ് യൂഷ്വലി മേഡപ്പ് ഓഫ് എന്താണ്? ഒരു സീഡ് കോട്ട് ഉണ്ടാവും, പിന്നെ എന്താ ഉണ്ടാവും? അതിനുള്ളിൽ എന്തുണ്ടാവും? എംബ്രിയോ ഉണ്ടാവും. ഈ എംബ്രിയോയിൽ എന്താ ഉണ്ടാവുക? എംബ്രിയോയിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും, പിന്നെന്താ? കോട്ടിലിഡൻ ഉണ്ടാവും, റാഡിക്കൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് ടൈപ്പ് എന്തുണ്ട്? സീഡ് ഉണ്ടെന്ന്. ഫസ്റ്റ് നമുക്ക് ഏതാ നോക്കാം? ഫസ്റ്റ് നമുക്ക് ഡൈക്കോഡ് സീഡിനെ പറ്റിയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്തിനെ പറ്റി നോക്കാം? ഡൈക്കോഡ് സീഡിനെ പറ്റി നോക്കാം. അപ്പൊ ഡൈക്കോഡ് സീഡിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ പറഞ്ഞ സീഡ് കവറും ഉണ്ട്, പിന്നെ എന്താണ്ട്? സീഡ് കോട്ട് അല്ലെങ്കിൽ സീഡ് കവർ ഉണ്ട്, എംബ്രിയോ ഉണ്ട്. അപ്പോൾ ഈ സീഡ് കോട്ട്, ഡൈക്കോഡ് സീഡിന്റെ സീഡ് കോട്ടിന് എന്തുണ്ട്? ഡൈക്കോഡ് സീഡിന്റെ സീഡ് കോട്ടിന് രണ്ട് ലെയർ ഉണ്ട്. ഡൈക്കോഡ് സീഡിന്റെ സീഡ് കോട്ടിന് എന്തുണ്ട്? രണ്ട് ലെയർ ഉണ്ട്. ഒരു ഔട്ടർ ലെയറും ഉണ്ട്, ഒരു എന്തുണ്ട്? ഇന്നർ ലെയറും ഉണ്ട്. ഔട്ടർ ലെയർ നമ്മൾ എന്ത് വിളിക്കും? ഔട്ടർ ലെയർ നമ്മൾ എന്ത് വിളിക്കുക? ടെസ്റ്റാന്ന് പറയും. ഔട്ടർ ലെയറിന് എന്ത് പറയും? ടെസ്റ്റ. സീഡ് കോട്ടിന്റെ ലെയർ ആണ്. ഇന്നർ ലെയർ നമ്മൾ എന്താ വിളിക്കുക? ഇന്നർ ലെയറിന് നമ്മൾ ടെഗ്മെൻ. ടെഗ്മെൻ ഇൻ. ഈ എൻ എന്ന് എന്ത് ചെയ്യുക? ആലോചിക്കുക. അങ്ങനെ ഞാൻ പഠിച്ചു വെച്ചിരുന്നത്, എനിക്ക് മാറിപ്പോവേനു. ഔട്ടറിന് നമ്മൾ ടെസ്റ്റാന്ന് വിളിക്കും, ഇന്നർ നമ്മൾ എന്ത് വിളിക്കും? ടെഗ്മെൻ. മെൻ ഇൻ. ആ എൻ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെന്താ ഉണ്ടാവുക? പിന്നെ ഇവർക്ക് എന്തുണ്ടാവും? പിന്നെ ഇവർക്ക് ഒരു സ്കാർ ഉണ്ടാവും. ഹൈലം എന്ന് പറഞ്ഞ ഒരു എന്തുണ്ടാവും? ഒരു സ്കാർ ഉണ്ടാവും. ഹൈലം പറഞ്ഞ ഒരു സ്കാർ ഉണ്ടാവും. ഈ ഹൈലം എന്താണെന്ന് വെച്ചാല് എന്താണ്? ഡെവലപ്പിംഗ് സീഡ് ഫ്രൂട്ടിനേറ്റ് അറ്റാച്ച് ചെയ്തിരുന്ന പോയിന്റ് ആണ് എന്ത്? ഹൈലം എന്ന് പറഞ്ഞത്. ഹൈലം പറഞ്ഞ എന്താണ്? ഡെവലപ്പിംഗ് സീഡ് ഡെവലപ്പിംഗ് സീഡ് അറ്റാച്ച് ടു ഫ്രൂട്ട് ത്രൂ ദിസ് പോയിന്റ്. ഡെവലപ്പിംഗ് സീഡ് ഫ്രൂട്ടിനായിട്ട് അറ്റാച്ച് ചെയ്തൊരു പോയിന്റ് ഉണ്ട്, അതാണ് ഹൈലം. അതിപ്പോ എന്താണ്? ഒരു സ്കാർ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. പിന്നെ എന്താ ഉള്ളത്? പിന്നെ മൈക്രോപൈൽ പറഞ്ഞിട്ട് എന്തുണ്ട്? ഒരു ഓപ്പണിംഗ് ഉണ്ട്. മൈക്രോപൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിംഗ് കൂടി എന്താ ഉണ്ടാവാം? ഈ ഓപ്പണിംഗ് വഴിയാണ് എന്തെത്തുന്നത്? പോളൻ ഗ്രെയിൻസ് ഒക്കെ പോളൻ ട്യൂബ് ഫോം ചെയ്ത് എങ്ങോട്ട് എത്തുന്നത്? ഉള്ളിലേക്ക് എത്തുന്നത്. മൈക്രോപൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്പണിംഗ് ഉണ്ട്. നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടാവും? റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും? വൃത്തിക്ക് പഠിക്കാൻ പറ്റും. വരുമ്പോ എന്തുണ്ട്? മൈക്രോപൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ, ഓക്കെ. പിന്നെ ഡൈക്കോട്ട് സീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡൈക്കോട്ട് സീഡ് എന്ന് പറയുമ്പോൾ രണ്ട് കോട്ടിലിഡൻസ് ഉണ്ടാവും. ഇതൊരു ഡൈക്കോട്ട് സീഡ് ആണെന്ന് വിചാരിക്കുക. ഇതെന്താണ്? ഇതൊരു ഡൈക്കോട്ട് സീഡ് ആണ് വിചാരിക്കുക. ഇവർക്ക് എന്തുണ്ടാവും? രണ്ട് പാർട്ട് ഉണ്ടാവും കേട്ടോ. ഒരു പാർട്ട് ഇങ്ങനെ താഴത്തേക്ക് വരും, ഒരു പാർട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ മുകളിലേക്ക് പോകും അല്ലെ? ഈ മുകളിലേക്ക് പോകുന്ന പാർട്ടി നമ്മൾ എന്ത് വിളിക്കും? ഇതിന് നമ്മൾ പ്ലൂമ്യൂൾ എന്ന് വിളിക്കും. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ പറഞ്ഞ് പ്ലൂമ്യൂളാണ് ഷൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുക. താഴത്തേക്ക് പോകുന്ന പോർഷൻ നമ്മൾ എന്ത് വിളിക്കും? റാഡിക്കിൾ എന്ന് വിളിക്കും. പിന്നെന്താണ്? ഇവർക്ക് എന്തുണ്ടാവും? ടു കോട്ടിലിഡൻസ് ഉണ്ടാവും. ടു കോട്ടിലിഡൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവരെന്ത് വിളിക്കണത്? ഡൈക്കോട്ട് വിളിക്കും. രണ്ട് കോട്ടിലിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഡൈക്കോട്ട് എന്ന് വിളിക്കുന്നത്. പിന്നെ യൂഷ്വലി ആര്? ഈ ഡൈക്കോട്സ് എന്ത് ചെയ്യൂല?
വരെ ഇതിൽ എന്തുണ്ടാവില്ല, എൻഡോസ്പേം കാണാൻ പറ്റൂല. യൂഷ്വലി ഡൈക്കോട്സിൽ എന്താണ് എൻഡോസ്പേമിക് അല്ല. എൻഡോസ്പേം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെവലപ്പിംഗ് എംബ്രിയോന് വേണ്ടിയിട്ടുള്ള ഫുഡിനെ നമ്മൾ എന്ത് വിളിക്കുക, എൻഡോസ്പേം എന്ന് വിളിക്കുക. യൂഷ്വലി ഡൈക്കോട്ട് സീഡ്സ് എന്തല്ല, എൻഡോസ്പേമസ് അല്ല. പക്ഷെ എൻഡോസ്പേമിക് ഡൈക്കോട്ട് സീഡിന് എക്സാമ്പിൾ ആണ് ആര്, ഇവിടെ എഴുതാം, എൻഡോസ്പേമിക് ഡൈക്കോട്ട് സീഡിന്റെ എക്സാമ്പിൾ ആണ് ആര്, കാസ്റ്റർ. ഓക്കെ, എൻഡോസ്പേമിക് ഡൈക്കോട്ട് സീഡിന് എക്സാമ്പിൾ ആണ് ആര്, കാസ്റ്റർ. ഇത് മറക്കരുത് കേട്ടാ. യൂഷ്വലി ഇവരെന്തല്ല, എൻഡോസ്പേമിക് അല്ല. അതിന് എന്താ പറയാ, ഒരു അതൊന്ന് ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ ആയിട്ട് പറയുന്നതാണ് ആര്, കാസ്റ്റർ. കാസ്റ്റർ ഡൈക്കോട്ടിൽ എന്താണ്, എൻഡോസ്പേമിക് ആണ്. ഡൈക്കോട്ടിൽ എൻഡോസ്പേമിക് ആയിട്ടുള്ള ഒരു സീഡ് ഏതാണ്, കാസ്റ്റർ ആണ്. അപ്പൊ ഇത്രയാണ് എന്തിനെ പറ്റി പറയാനുള്ളത്, ഡൈക്കോട്ട് സീഡിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പൊ ഡൈക്കോട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതായിരിക്കും, അടുത്തത് എന്താണ്, മോണോകോട്ട് സീഡ്. മോണോകോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം എന്താണ്, സിംഗിൾ കോട്ടിലിഡൻ. നിങ്ങൾക്ക് കോട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ ഈ പുട്ടിന്റെ കടലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് എക്സാക്ട് ഹാഫ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തുറക്കാൻ പറ്റും അല്ലെ. ആ രണ്ട് ഹാഫിനാണ് നമ്മൾ എന്ത് വിളിക്കുക, കോട്ടിലിഡൻ എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ അരി അല്ലെങ്കിൽ എന്താ പറയാ വീറ്റ്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാക്ട് ഹാഫ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് എന്തോ ഉള്ളൂ, സിംഗിൾ കോട്ടിലിഡനേ ഉള്ളൂ. അതാണ് മോണോകോട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ കോട്ടിലിഡനും, ഡൈക്കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് കോട്ടിലിഡനും. അപ്പൊ മോണോകോട്ട് സീഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരച്ചു നോക്കാം. മോണോകോട്ട് സീഡ് ഇതാണ് ഒരു എന്ത്, ഇതാണ് ഒരു മോണോകോട്ട് സീഡ്. ഇവർക്ക് എന്തുണ്ട്, ഇവർക്ക് ഒരു ഇവർക്കുള്ളിൽ എന്തുണ്ട്, ഒരു ലെയർ ഉണ്ട്. ഇവർക്ക് ഇങ്ങനെ ഇതിന്റെ തൊട്ട് താഴെ എന്തുണ്ട്, ഇങ്ങനെ ഒരു ലെയർ ഉണ്ട്. ഇതൊരു മോണോകോട്ട് സീഡാണ്. മോണോകോട്ട് സീഡിന്റെ ഈ ഔട്ടർ സംഭവമാണ് ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ എന്താണ്, സീഡ് കോട്ടും ഫ്രൂട്ട് വാളും കൂടി ഫ്യൂസ് ചെയ്തിരിക്കണ്. എന്താണ്, സീഡ് കോട്ട് പ്ലസ് ഫ്രൂട്ട് വാളാണ് ഔട്ടർ ലെയർ. ഇവർക്ക് എന്തില്ല, ഡിഫറൻസിയേഷൻ ഇല്ല. സീഡ് കോട്ട് വേറെ ഫ്രൂട്ട് വാൾ വേറെ എന്നുള്ള എന്തില്ല, ഡിഫറൻസിയേഷൻ ഇല്ല. ഡൈക്കോട്ടിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, വേറെ വേറെ കാണാൻ പറ്റും. അങ്ങനെ സീഡ് കോട്ടും ഫ്രൂട്ട് വാളും കൂടി ഫ്യൂസ് ചെയ്ത പാർട്ടാണ് എന്ത്, പുറത്തുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവർക്ക് ഇത് കൂടി ഒരു ലെയർ ഉണ്ട്. ഈ ലെയർ നമ്മൾ എന്ത് വിളിക്കും, ഇതൊരു പ്രോട്ടീനീഷ്യസ് പ്രോട്ടീൻ റിച്ച് ലെയർ ആണ്. ഇതിനെ നമ്മൾ അല്യൂറോൺ ലെയർ എന്ന് വിളിക്കും. അല്യൂറോൺ ലെയറിന്റെ പ്രത്യേകത എന്താണ്, പ്രോട്ടീൻ റിച്ച് ആണ്. നമ്മൾ എന്ത് വിളിക്കും, അല്യൂറോൺ ലെയർ എന്ന് വിളിക്കും. പിന്നെ എന്തുണ്ട്, ഇവിടെ പ്ലിമ്യൂൾ ഉണ്ട്, ഇവിടെ റാഡിക്കിൾ ഉണ്ട്. ഓക്കെ, ഈ പ്ലിമ്യൂളിനെ കവർ ചെയ്തിട്ട് ഇവിടെ ഒരു ഷീത്ത് ഉണ്ട്, റാഡിക്കിളിനെ കവർ ചെയ്ത് ഇവിടെ ഒരു ഷീത്ത് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ്, ഇതെന്താണ്, ഇത് പ്ലിമ്യൂളാണ്, ഇതെന്താണ്, ഇവിടെ റാഡിക്കിൾ ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു പ്ലിമ്യൂളിനെ കവർ ചെയ്തിട്ട് ഒരു ഷീത്ത് ഉണ്ട്. അത് നമ്മൾ എന്ത് വിളിക്കും, ഷീറ്റ് കവറിങ് പ്ലിമ്യൂൾ നമ്മൾ എന്ത് വിളിക്കും, പ്ലിമ്യൂളിനെ കവർ ചെയ്ത ഷീത്തിന്റെ പേരാണ് എന്ത്, കോളിയോപ്റ്റൈൽ. അതേപോലെ എന്താണ്, റാഡിക്കലിനെ കവർ ചെയ്തിട്ടും ഒരു ഷീത്ത് ഉണ്ട്. അത് നമ്മൾ എന്ത് വിളിക്കും, വെരി ഗുഡ്, അതിന് നമ്മൾ എന്ത് വിളിക്കും, അതിന് നമ്മൾ കോളറൈസാണ് വിളിക്കും. അതിന് നമ്മള് കോളറൈസാണ്. ഓക്കെ, എന്താണുള്ളത്, പ്ലിമ്യൂളിനെ കവർ ചെയ്തിട്ട് എന്തുണ്ട്, ഒരു ഷീത്ത് ഉണ്ട്. അത് നമ്മൾ കോളിയോപ്റ്റൈൽ എന്ന് വിളിക്കും. പിന്നെ എന്താണ്, റാഡിക്കലിനെ കവർ ചെയ്തിട്ടുള്ളതിന് കോളറൈസ് ആണ് വിളിക്കും. ഇവിടെയാണ് കേട്ടോ നമ്മുടെ എൻഡോസ്പേം, ഇവിടെയാണ് എന്തുള്ളത്, എൻഡോസ്പേം. ഇതിൽ ഓർക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് മോണോകോട്ടിൽ
മോണോകോട്ട് സീഡ്സ് യൂഷ്വലി എന്താണ്? എൻഡോസ്പെർമസ് ആണ്. മോണോകോട്ട് സീഡ്സ് ആർ എന്താണ്? ജനറലി എൻഡോസ്പെർമസ്. മോണോകോട്ട് സീഡ്സ് എന്താണ്? ജനറലി എൻഡോസ്പെർമസ് ആണ്. അതിന്ന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആരാണ്? അതിന്നുള്ള എക്സെപ്ഷൻ ആണ് ആര്? ഓർക്കിഡ്. ഓർക്കിഡ് എന്താണ്? ഓർക്കിഡ് നോൺ എൻഡോസ്പെർമസ് ആണ്. മറക്കരുത്, ഈ രണ്ട് എക്സെപ്ഷൻ എന്ത് ചെയ്ത് മറക്കരുത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. മറ്റോടത്ത് യൂഷ്വലി എൻഡോസ്പെർമസ് അല്ല, അതിന് എക്സെപ്ഷൻ ആണ് ആര്? കാസ്റ്റർ ഡൈക്കോട്ടില് എൻഡോസ്പെർമസ് ആണ്. മോണോകോട്ട് യൂഷ്വലി എൻഡോസ്പെർമസ് ആണ്. എന്നാൽ ഓർക്കിഡ് എന്തല്ല? എൻഡോസ്പെർമസ് അല്ല. അപ്പൊ ഇത്രയാണ് എന്തിനെ പറ്റി പറയാനുള്ളത്? ഡൈക്കോട്ടിന്റെ സീഡിനെ പറ്റി പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെയാ സീഡ് കോട്ടും ഫ്രൂട്ട് വാളും മേർജ് ചെയ്തേക്കണ്. എൻഡോസ്പേം ഉണ്ട്, പിന്നെ എന്താണ്, പ്ലിമ്യൂൾ ഉണ്ട്, റാഡിക്കിൾ ഉണ്ട്. അതേപോലെ എന്തുണ്ട്? ഇവർക്കൊരു സിംഗിൾ കോട്ടലിഡനെ ഉള്ളൂ. ദേ ഹാവ് എ സിംഗിൾ കോട്ടിലിഡൻ. ആ കോട്ടിലിഡനെ നമ്മൾ എന്ത് വിളിക്കും? ആ കോട്ടിലിഡനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ക്യൂട്ടെല്ലം. എന്താണ് വിളിക്കുക? സ്ക്യൂട്ടെല്ലം. ഒരു സിംഗിൾ കോട്ടിലിഡനെ ഉള്ളൂ. ഇതാണ് കേട്ടോ, ഇവിടെ ഇതാണ് അവരുടെ സിംഗിൾ കോട്ടിലിഡൻ. ഇത് നമ്മൾ എന്ത് വിളിക്കും? സ്ക്യൂട്ടെല്ലം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സ്ക്യൂട്ടെല്ലം എന്ന് വിളിക്കും. അപ്പൊ ഇതാണ് എന്ത്? ഒരു മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ. എന്തൊക്കെയുണ്ട്? എൻഡോസ്പേം ഉണ്ട്, സീഡ് കോട്ടും ഫ്രൂട്ട് വാളും മേർജ് ചെയ്തിക്കണ്. അതിനിടയിൽ അലിയൂറോൺ ലെയർ ഉണ്ട്, സ്ക്യൂട്ടെല്ലം ഉണ്ട്, കോളിയോപ്റ്റൈൽ ഉണ്ട്, പ്ലിമ്യൂൾ ഉണ്ട്, റാഡിക്കിൾ ഉണ്ട്, കോളറൈസ് ഉണ്ട്. ഇത്രയാണ് എന്ത്? മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് കൂടി നോക്കാം. ഇവിടെ the ovules after fertilization develop into seeds. A seed is made up of a seed coat ഉണ്ട്, embryo ഉണ്ട്. ovule after fertilization എന്തായിട്ട് മാറും? സീഡ് ആയിട്ട് മാറും. സീഡ് എന്തായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സീഡിന് എന്തുണ്ടാവും? ഒരു സീഡ് കോട്ട് ഉണ്ടാവും, എംബ്രിയോ ഉണ്ടാവും. ഇനി എംബ്രിയോ ഇസ് മേഡ് അപ്പ് ഓഫ് എന്താണ്? റാഡിക്കിൾ ഉണ്ട്, ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? 1 or 2 കോട്ടിലിഡൻസ് ഉണ്ട്. 1 കോട്ടിലിഡൻ. മോണോകോട്ടിന്റെ എക്സാമ്പിൾ ആണ് ഏത്? മോണോകോട്ടിന്റെ എക്സാമ്പിൾ ആണ് വീറ്റും മെയ്സും. അവർക്ക് ഒറ്റ കോട്ടിലിഡനേ ഉണ്ടാവുള്ളൂ. ഡൈക്കോട്ടിന്റെ എക്സാമ്പിൾ ആണ് ഇത് ഗ്രാമും പീയും. ഓക്കെ, അവർക്ക് എന്തുണ്ടാവും? 2 കോട്ടിലിഡൻ ഉണ്ടാവും. ഓക്കെ, ഒവ്യൂൾസ് എന്ത് ചെയ്യും? സീഡ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. സീഡിന് എന്തുണ്ടാവും? സീഡ് കോട്ട് ഉണ്ടാവും, എംബ്രിയോ ഉണ്ടാവും. എംബ്രിയോ എന്തായിട്ട് ഉണ്ടാക്കിക്കണം? അതിനൊരു റാഡിക്കിൾ ഉണ്ടാവും, ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഏതർ 1 or 2 കോട്ടിലിഡൻ. ഇതിന്റെ ബേസിലാണ് നമ്മൾ സീഡിനെ എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒരു കോട്ടിലിഡൻ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? മോണോകോട്ട് എന്ന് വിളിക്കും. 2 കോട്ടിലിഡൻ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഡൈക്കോട്ട് എന്ന് വിളിക്കും. ആദ്യം നമുക്ക് ഡൈക്കോട്ട് സീഡിന്റെ എന്ത് നോക്കാം? സ്ട്രക്ചർ നോക്കാം. ദ ഔട്ടർമോസ്റ്റ് കവറിംഗ് ഓഫ് സീഡ് ഇസ് ദ സീഡ് കോട്ട്. സീഡ് കോട്ട് ഹാസ് 2 ലെയേഴ്സ്. ഏതൊക്കെയാണ്? ഔട്ടർ ലെയർ ആണ് എന്ത്? ടെസ്റ്റ. ഇന്നർ ലെയർ ആണ് എന്ത്? ടെഗ്മെൻ. പിന്നെ അവർക്ക് എന്തുണ്ട്? ഹൈലം ഉണ്ട്. ഹൈലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ സ്കാർ ഓഫ് ദ സീഡ് കോട്ട് ത്രൂ വിച്ച് ദ ഡെവലപ്പിംഗ് സീഡ്സ് വേർ അറ്റാച്ച് ടു ദ ഫ്രൂട്ട്. അതായത് ഇപ്പൊ അതൊരു റെമനന്റ് ആണ്, ഇപ്പൊ ഒരു സ്കാർ ആയിട്ടാണ് നിൽക്കുന്നത്. പണ്ട് അത് എന്തേനു? ഡെവലപ്പിംഗ് സീഡ് എന്താണ്? ഫ്രൂട്ടിനേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് എന്ത്? ഇപ്പൊ കാണുന്ന ഈ ഹൈലം. പിന്നെന്താണ്? ഹൈലത്തിന്റെ മേലെ ഒരു സ്മോൾ ഓപ്പണിംഗ് ഉണ്ട്, അതിന്റെ പേരാണ് എന്ത്? മൈക്രോപോയ്. അപ്പൊ ഹൈലം എന്താണ്? സ്കാർ ആണ്, ത്രൂ വിച്ച് എന്താണ്? ഡെവലപ്പിംഗ് സീഡ്സ് വേർ അറ്റാച്ച് ടു ദ ഫ്രൂട്ട്. Above hilum is a small pore called എന്താണ്? മൈക്രോപൈൽ. Within the seed coat is the embryo consisting of an embryonal axis and 2 cotyledons. സീഡ് കോട്ടിനുള്ളിൽ എന്തുണ്ട്? എംബ്രിയോ ഉണ്ട്. എംബ്രിയോക്ക് എന്താ ഉള്ളത്? എംബ്രിയോണൽ ആക്സിസും ഉണ്ട്, 2 കോട്ടിലിഡൻസ് ഉണ്ട്. ഡൈക്കോട്ട് ആയതുകൊണ്ട് എന്തുണ്ട്? 2 കോട്ടിലിഡൻസ് ഉണ്ട്. ദ കോട്ടിലിഡൻസ് ആർ ഓഫൺ ഫ്ലഷി ആൻഡ് ഫുൾ ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. അറ്റ് ദ At the 2 ends of the embryonal axis are present the radicle and plumule. അപ്പോൾ ഇത് എംബ്രിയോണൽ ആക്സിസ് ആണെങ്കിൽ ഇതിന്റെ ഒരു എൻഡ് എന്തായിട്ട് മാറും? പ്ലിമ്യൂൾ ആയിട്ട് മാറും. ഇതെന്തായിട്ട് മാറും? റാഡിക്കിൾ ആയിട്ട് മാറും. ഇവിടെ എന്തുണ്ട്? എംബ്രിയോ ഉണ്ട്. ഇത് എംബ്രിയോണൽ ആക്സിസ് ആണ്. ഓക്കെ,
In some seeds, such as castor, the endosperm formed as a result of double fertilization is a food storing tissue and called endospermic seed. ഞാൻ പറഞ്ഞ ഡൈക്കോട്ട് യൂഷ്വലി എന്തല്ല കാസ്റ്റർ ആണ് ഇവിടുത്തെ എക്സാമ്പിൾ കേട്ടോ. ഡൈക്കോട്ട് യൂഷ്വലി എന്തല്ല എൻഡോസ്പെർമിക് അല്ല. അതിൻ്റെ ഒരു എക്സെപ്ഷൻ ആണ് എന്ത് കാസ്റ്റർ. Okay. In plants such as pea, bean, gram, the endosperm is not present in mature seeds and such seeds are called എന്താണ് നോൺ എൻഡോസ്പെർമസ്. ചിലപ്പോൾ ഇതും ചോദിക്കും, അതായത് ഡൈക്കോട്ടിലെ നോൺ എൻഡോസ്പെർമസ് ഏതൊക്കെയാണെന്ന്. ഡൈക്കോട്ടിലെ നോൺ എൻഡോസ്പെർമസ് ഏതൊക്കെയാണ്? പി, ബീൻ, ഗ്രാം ഒക്കെ. ഓക്കെ, പി, ബീൻ, ഗ്രാം ഒക്കെയാണ് ഡൈക്കോട്ടിലെ നോൺ എൻഡോസ്പെർമസ്. ഒരുവിധം എല്ലാ ഡൈക്കോട്സും എന്താണ് നോൺ എൻഡോസ്പെർമസ് ആണ്. അതിൽ എൻഡോസ്പെർമസ് ആണ് ഇത് കാസ്റ്റർ. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് സീഡ് കോട്ട് ഉണ്ട്, പിന്നെ എന്താ ഹൈലം ഉണ്ട്, മൈക്രോപൈൽ ഉണ്ട്, 2 കോട്ട്ലീഡൻ ഉണ്ട്. ഇതാണ് 2 കോട്ട്ലീഡൻ. ഒരു കോട്ട്ലീഡൻ ഇത്, മറ്റേത് ഇത്. ഇതാണ് എംബ്രിയോണൽ ആക്സിസ്. കണ്ട, ഈ നടുവിൽ കൂടി പോണതാണ് എന്ത് എംബ്രിയോണൽ ആക്സിസ്. ഇത് പ്ലിമ്യൂളായിട്ടും ഡെവലപ്പ് ചെയ്യും. സോറി, ഇത് പ്ലിമ്യൂളായിട്ടും ഡെവലപ്പ് ചെയ്യും. താഴത്തെ പോർഷൻ എന്താ ഡെവലപ്പ് ചെയ്യും? റാഡിക്കിളായിട്ടും ഡെവലപ്പ് ചെയ്യും. അടുത്തത് എന്താണ്? സ്ട്രക്ചർ ഓഫ് മോണോകോട്ട്ലിഡൻ സീഡ്. Generally, monocotyledon seeds are endospermic, but some, as in orchids, are non-endospermic. അപ്പൊ ഇത് ചോദിക്കും എന്താണ് മോണോകോട്ട് ജനറലി എന്താണ് എൻഡോസ്പെർമിക് ആണ്, പക്ഷെ ഓർക്കിഡ് എന്താണ് നോൺ എൻഡോസ്പെർമിക് ആണ്. അപ്പൊ ചിലപ്പോൾ ചോദിക്കുന്നതാണ് വിച്ച് among the monocotyledon seed is നോൺ എൻഡോസ്പെർമിക് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർക്കിഡ് എന്ന് പറയണം. മാറിപ്പോവരുത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ഫീഡ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഇൻ സീഡ്സ് ഓഫ് സീരിയൽ സച്ച് ആസ് മെയ്സ് ദ സീഡ് കോട്ട് ഇസ് മെംബ്രെയിനസ് ആൻഡ് ജനറലി ഫ്യൂസ്ഡ് വിത്ത് ദ ഫ്രൂട്ട് വാൾ. മറ്റേല് നമ്മൾ പറഞ്ഞു സീഡ് കോട്ടിന് 2 ലെയേഴ്സ് ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്, ടെഗ്മെൻ ഉണ്ട് എന്നൊക്കെ. ഇവിടെ എന്താണ് സീഡ് കോട്ടിന് അങ്ങനെ ലെയറും കാര്യങ്ങളൊന്നുമില്ല. അതെന്താണ് ഫ്രൂട്ട് വാളിനിട്ട് എന്താണ് ഫ്യൂസ്ഡ് ആണ്. ഓക്കെ, the endosperm is bulky and stores food. The outer covering of endosperm separate the embryo by a proteinaceous layer called എന്താണ് അല്യൂറോൺ ലെയർ. ഇവിടെ നോക്കണേ, ഔട്ടർ ലെയർ ഓഫ് എൻഡോസ്പെം. ഇതാണ് എൻഡോസ്പെം. കണ്ട, ഇതാണ് എന്ത് എൻഡോസ്പെം. ഈ എൻഡോസ്പെമിനെ പുറത്തത്തെ ലെയറിനായിട്ട് സെപ്പറേറ്റ് ചെയ്യണത് ആരാണ്? ഇതാ ഈ അല്യൂറോൺ ലെയർ ആണ്. ഇതാണ് എന്ത് അല്യൂറോൺ ലെയർ. കണ്ട, ഇതാണ് അല്യൂറോൺ ലെയർ. അപ്പൊ എന്താ പറയണത്? The outer covering of endosperm separate the embryo by a proteinaceous layer എന്താണ് അല്യൂറോൺ ലെയർ. ആരാണ് സെപ്പറേറ്റ് ചെയ്യണത്? അല്യൂറോൺ ലെയർ ആണ്. പിന്നെന്താ പറയണത്? The embryo is small and situated in a groove at one end of the endosperm. ഇതിൽ കാണിച്ചിട്ടില്ല. ഇത് കണ്ട, ഈ ഫിഗർ കണ്ട, ഈ ഫിഗർ കണ്ട, ഇവിടെ എൻഡോസ്പെമിന്റെ ഒരു എൻഡിൽ ശരിക്കും ആരുണ്ടാവും? ഇവിടെ ഇങ്ങനെ എംബ്രിയോ ഉണ്ടാവും. എൻഡോസ്പെമിന്റെ ഒരു എൻഡിൽ ആരുണ്ടാവും? എംബ്രിയോ ഉണ്ടാവും. ഓക്കെ, ഈ ഫിഗറിൽ എന്ത് ചെയ്തിട്ടില്ല, കാണിച്ചിട്ടില്ല. ഇവിടെ ആരുണ്ടാവും? എംബ്രിയോ ഉണ്ടാവും. ഓക്കെ, small and situated at one end of the endosperm. It consists of one large and shield-shaped cotyledon known as എന്താണ് സ്ക്യൂട്ടലം. എന്തുണ്ടാവും അതിന്? ഒറ്റ കോട്ട്ലിഡനെ ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്ക്യൂട്ടലം എന്ന് വിളിക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഒരു സെക്കൻഡ്. പറഞ്ഞു തെറ്റിപ്പോയില്ലേ? ഇത് എൻഡോസ്പെം ആണ്, ഇത് അല്യൂറോൺ ലെയർ ആണ്. ഇത് ആരെയാണ് സെപ്പറേറ്റ് ചെയ്യണത്? ഇവിടെ അല്ലേ, ഇവിടെ ഇതല്ലേ എന്ത് എംബ്രിയോ. വൺ എൻഡിലാണ് എന്തുള്ളത്? എംബ്രിയോ ഉള്ളത്. എംബ്രിയോക്ക് എന്താണുള്ളത്? ഒറ്റ കോട്ട്ലിഡനെ ഉള്ളൂ. അതിനെ നമ്മൾ എന്ത് വിളിക്കുക? സ്ക്യൂട്ടലം എന്ന് വിളിക്കുക. ഓക്കെ, പിന്നെന്താണ്? എംബ്രിയോണിൽ ആക്സിസ് ഉണ്ട്. ആക്സിസും എന്തൊക്കെ ഉണ്ടാവും? ആക്സിസുമേ പ്ലിമ്യൂളും ഉണ്ടാവും, റാഡിക്കിളും ഉണ്ടാവും. പ്ലിമ്യൂളും ഉണ്ടാവും, റാഡിക്കിളും ഉണ്ടാവും. മേലേക്ക് പോണ ഭാഗം പ്ലിമ്യൂളും, താഴത്തേക്ക് വരുന്ന ഭാഗം എന്താണ്? റാഡിക്കിളും. പിന്നെന്താണ്? പ്ലിമ്യൂൾ ആൻഡ് റാഡിക്കിൾ എൻക്ലോസ്ഡ് ഇൻ ഷീറ്റ്സ് വിച്ച് ആർ കോൾഡ് കോളിയോപ്റ്റൈൽ ആൻഡ് കോളറൈസർ റെസ്പെക്റ്റീവ്ലി. ആർ സ്റ്റാൻഡ് ഫോർ
റാഡിക്കൽ എന്ന് ആലോചിക്കുക, മാറിപ്പോവരുത്. ആർ ഫോർ റാഡിക്കൽ. കോളറൈസ, ആർ റാഡിക്കൽ. പിന്നെന്താണ്? പ്ലിമ്യൂൾ, കോളിയോപ്റ്റൈൽ, എല്ലാം ആലോചിക്കുക. പ്ലിമ്യൂളിന്റെ പ്ലിയും കോളിയോപ്റ്റൈലിന്റെ എല്ലും ആലോചിക്കുക. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. പ്ലിമ്യൂളിന്റെ ഷീത്താണ് കോളിയോപ്റ്റൈല്, റാഡിക്കലിന്റെ ഷീത്താണ് എന്ത്? കോളറൈസ. ഇത്രേ പറയണുള്ളൂ എന്തിനെ പറ്റിയിട്ട്? മോണോകോട്ട് സീഡിനെ പറ്റിയിട്ട്. എന്തൊക്കെയുണ്ട്? എൻഡോസ്പേം ഉണ്ട്, സീഡ് കോട്ടും ഫ്രൂട്ട് വാളും വേഴ്സ്ഡ് ആണ്. സെപ്പറേറ്റ് ആയിട്ട് സീഡ് കോട്ടിന് ലെയേഴ്സും കാര്യങ്ങളൊന്നും കാണാൻ പറ്റൂല. അലിയോറോൺ ലെയർ ഉണ്ട്, ഇറ്റ് ഇസ് എ പ്രോട്ടീനേഷ്യസ് ലെയർ ആണ്. പിന്നെന്താണ്? എൻഡോസ്പേമസ് ആണ്. യൂഷ്വലി മോണോകോട്ട് സീഡ്സ് എന്താണ്? എൻഡോസ്പേമസ് ആണ്. അതിനൊരു എക്സെംഷൻ ആണ് എന്ത്? ഓർക്കിഡ്, വിച്ച് ഇസ് നോൺ എൻഡോസ്പെർമി. പിന്നെ എന്തുണ്ട്? ഒരു സിംഗിൾ ലാർജ് കോട്ട്ലിഡൻ ആണുള്ളത്, അതിന്റെ പേരാണ് എന്ത്? സ്ക്യൂട്ടലം. സിംഗിൾ ലാർജ് കോട്ട്ലിഡൻ ആണുള്ളത്, അതിന്റെ പേരാണ് എന്ത്? സ്ക്യൂട്ടലം. പിന്നെ എന്തുണ്ട്? എംബ്രിയോണൽ ആക്സിസും പ്ലിമ്യൂളും ഉണ്ടാവും, റാഡിക്കൽ ഉണ്ടാവും. പ്ലിമ്യൂളിന് ഒരു ഷീത്തിനെ നമ്മൾ കോളിയോപ്റ്റൈൽ എന്ന് വിളിക്കും, റാഡിക്കലിന്റെ ഷീത്തിനെ നമ്മൾ എന്ത് വിളിക്കും? കോളറൈസ എന്ന് വിളിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ എന്ത്? മോണോകോട്ട് സീഡിന്റെ സ്ട്രക്ചർ. പിന്നെ എന്താണത്? പിന്നെ സെമി ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്. സെമി ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫ്ലവർ പറഞ്ഞാല് എന്താന്ന് വെച്ചാല്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഈ ഫ്ലവറിനെ വേരിയസ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് എന്ത്? ഡിസ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന് വേരിയസ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് എന്ത്? റെപ്രസെന്റ് ചെയ്യുക. മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് മാത്രമല്ല, എന്താണ്? മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്. അപ്പൊ ഈ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിൽ എന്തൊക്കെ വരും? എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ എന്തൊക്കെ പറയാം? വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് പറയാം, റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് പറയാം, പിന്നെന്താണ്? അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് പറയാം അല്ലെ? അപ്പോ എന്താണ്? ഒരു പ്ലാന്റിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാ? അതിന് ഹാബിറ്റാറ്റ് വെച്ചിട്ട് പറയാൻ പറ്റും, വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് വെച്ച് പറയാൻ പറ്റും, ഫ്ലോറൽ ക്യാരക്ടേഴ്സ് വെച്ച് പറയാൻ പറ്റും. ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണ് വളരുന്നത് കാര്യങ്ങളൊക്കെ. വെജിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ സ്റ്റം എങ്ങനെയാണ്, ലീഫ് എങ്ങനെയാണ്, പിന്നെ നമ്മളെ ഫില്ലോ ടാക്സി സംഭവങ്ങളൊക്കെ. അതേപോലെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ എന്താണ്? സെപ്പൽസ് എങ്ങനെയാണ്, പെറ്റൽസ് എങ്ങനെയാണ്. അപ്പോൾ ഇപ്പൊ ഒരു നമ്മളൊരു പ്ലാന്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ പറയാൻ പറ്റണമെന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്? ഓരോ സിമ്പിൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്ന സിമ്പിൾസ് നോക്കാം. ഇവിടെ നോക്കണേ. കാലിക്സിനെ കാലിക്സിനെ നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യും? കെ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യും. കാലിക്സിനെ കെ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുക. കൊറോളനെ എന്താ റെപ്രസെന്റ് ചെയ്യുക? കൊറോളനെ സി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. പെരിയാന്തിനെ നമ്മൾ പി വെച്ച് റെപ്രസെന്റ് ചെയ്യും, ആൻഡ്രീഷ്യത്തിന് എ വെച്ച് റെപ്രസെന്റ് ചെയ്യും, ഗൈനീഷ്യത്തിന് ജി വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇനി ഏതെങ്കിലും ഫ്ലോറൽ പാർട്സിന് ഒരു കൊഹീഷൻ ഉണ്ടെങ്കിൽ, കൊഹീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ ചിലതിൽ സെപ്പൽസ് ഫ്യൂസ്ഡ് ആണ്, ഗാമോസെപ്പാലസ് അല്ലെ? പെറ്റൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ ഗാമോ പെറ്റാലസ് അല്ലെ? അങ്ങനത്തെ കൊഹീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രാക്കറ്റ് വെച്ചിട്ട് എന്താണ്? റെപ്രസെന്റ് ചെയ്യും. പിന്നെ എപ്പി പെറ്റാലസ് എന്ന് പറഞ്ഞാൽ എന്തേനു? എപ്പി പെറ്റാലസ് എന്ന് പറഞ്ഞാല് കൊറോളയും അതേപോലെ എന്താണ്? ആൻഡ്രീഷ്യവും തമ്മിൽ എന്താണ്? ഫ്യൂസ്ഡ് ആണ്. കൊറോളയും ആൻഡ്രീഷ്യവും എന്താണ്? ഫ്യൂസ്ഡ് ആണ്. അതാണ് എപ്പി പെറ്റാലസ്. അത് നമ്മൾ ഇങ്ങനെ കൊറോളന്റെ സിയും ആൻഡ്രീഷ്യത്തിന്റെ എയും എഴുതിയിട്ട് മേലെ എന്ത് ചെയ്യും? ഇങ്ങനെ ഫ്യൂസ്ഡ് ആണെന്നുള്ളതിനൊരു ഇത് കാണിച്ചു കൊടുക്കും. ഓക്കെ. എപ്പി ഫൈലസ് എന്ന് പറഞ്ഞാൽ എന്തേനു? കൊറോള ഫ്യൂസ്ഡ് വിത്ത് പെരിയാന്ത്, സോറി, കൊറോള അല്ല, ആൻഡ്രീഷ്യം ഫ്യൂസ്ഡ് വിത്ത് പെരിയാന്ത്. അതേനു എന്ത്? പി ഫൈലസ്. അത് നമ്മൾ പിയും പെരിയാന്തിന്റെ എയും പെരിയാന്തിന്റെ പിയും ആൻഡ്രീഷ്യത്തിന്റെ എയും മേലെ എന്താണ്? ഇങ്ങനെ ഒരു ഇതിട്ട് കൊടുക്കും. മേലൊരു എന്താണ്? അവർ ജോയിൻ ചെയ്തിക്കണം അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്തിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? സുപ്പീരിയർ ഓവറി, ഹാഫ് ഇൻഫീരിയർ ഓവറി, ഇൻഫീരിയർ ഓവറി. അതെങ്ങനെയാണ്? സുപ്പീരിയർ ഓവറി എന്ന് പറയുമ്പോൾ എന്താണ്? താഴത്തൊരു വര വരക്കും, എന്നിട്ട് ജി മേലെ എഴുതും, ജി ഫോർ ഗൈനീഷ്യം ട്ടാ. അപ്പോൾ സുപ്പീരിയർ ആണ്. ഈ എന്താണ്? ലൈനിന്റെ മേലെ ആണെങ്കിൽ സുപ്പീരിയർ ആണ്. ഇൻഫീരിയർ ആന്ന് പറയുമ്പോൾ ലൈനിന്റെ താഴെയാണ് എഴുതേണ്ടത്. ഹാഫ് ഇൻഫീരിയർ ആന്ന് പറയുമ്പോൾ എന്താണ്? സെന്ററിലായിട്ട് എന്ത് വരച്ചു കൊടുക്കണം? ലൈന് വരച്ചു കൊടുക്കണം. അപ്പൊ ഇങ്ങനെയാണ് ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യുക. കാലിക്സ് കെ വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇപ്പൊ ഒരു ഫ്ലവറിൽ 5 കാലിക്സും 5 കൊറോളയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തും? K5 എഴുതും, C5 എഴുതും. ഓക്കെ.
ഈ K5 ഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ എഴുതും. C5 ഫ്യൂസ്ഡ് ആണെങ്കിൽ എന്ത് എഴുതും? ഇങ്ങനെ എഴുതും. ഓക്കെ. പിന്നെന്താണ്? കാലിക്സും കൊറോളയും കൂടി ഫ്യൂസ് ആവണേ നമ്മൾ എന്ത് പറയും? പെരിയാന്ത് എന്ന് പറയും. അപ്പൊ നമ്മൾ ഇതിന് ഇപ്പൊ നമ്മൾ അതിന് പകരം എന്താണ് എഴുതേണ്ടത്? അതിന് പകരം നമ്മൾ എന്ത് എഴുതണം? പി എന്ന് എഴുതണം. അതിന് പകരം എന്ത് എഴുതണം? പി എന്ന് എഴുതണം. ഓക്കെ. ഫ്ലോറൽ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോറൽ ഫോർമുല നമുക്ക് ഫ്ലോറൽ ഡയഗ്രം വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫ്ലോറൽ ഡയഗ്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോറൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇതാ. ബ്രാക്ടേറ്റ് ആണോ അബ്രാക്ടേറ്റ് ആണോ നമ്മൾ പഠിച്ചു. ബ്രാക്ടേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവറിന് എന്തുണ്ടാവും? ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്താ പറയാ? ബ്രാക്ടേറ്റ് എന്ന് പറയാം. ബ്രാക്ടേറ്റ് ആണെങ്കിൽ നമ്മൾ BR വെച്ച് റെപ്രസെന്റ് ചെയ്യും. പെരിയാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ്, സുപ്പീരിയർ ഓവറി പറഞ്ഞ്. പിന്നെന്താണ്? ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. നമുക്ക് ഓൾറെഡി അറിയാം ഫീമെയിലിന്റെ റെപ്രസെന്റേഷൻ. ഇനി മെയിൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. നമ്മളൊക്കെ മുന്നേ പഠിച്ചതാണ്. ബൈസെക്ഷൽ ആണെങ്കിൽ എന്താണ്? രണ്ടും വെച്ച് റെപ്രസെന്റ് ചെയ്യും. പിന്നെ ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക്. ആക്ടിനോമോർഫിക് ആണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരയ്ക്കും. ഇതാണ് ആക്ടിനോമോർഫിക്. സൈഗോമോർഫിക് ആണെങ്കിൽ നമ്മൾ ഈ പെർസെന്റേജിന് ഈ സംഭവം ഇല്ലേ, ഇതാണ് ഇട്ടുകൊടുക്കുക. കാലിക്സ് നമ്മൾ പറഞ്ഞ്, ആൻഡ്രീഷ്യ പറഞ്ഞ്, ഇൻഫീരിയർ പറഞ്ഞ്. പിന്നെന്താ ഉള്ളത്? കൊറോള, ഗൈനീഷ്യം ജി വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഫ്യൂഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ. അതായത് ഇപ്പോൾ ഗാമോ പെറ്റാലസ് അല്ലെങ്കിൽ ഗാമോ സെപ്പാലസ് നമ്മൾ പറഞ്ഞു, അവർ തമ്മിൽ ഫ്യൂഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ബ്രാക്കറ്റ് വരയ്ക്കും. അഡിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? മാലലി സാധനം ഇട്ടെടുക്കും. അഡിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ എപ്പി പെറ്റാലസ് അല്ലെങ്കിൽ എപ്പി ഫൈലസ്, രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള ഫ്യൂഷൻ. എപ്പി പെറ്റാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊറോള ഫ്യൂസ്ഡ് വിത്ത് ആൻഡ്രീഷ്യം അല്ലെ? സ്റ്റേമനും പെറ്റൽസും കൂടിയുള്ള ഫ്യൂഷൻ ആണ് എന്ത്? എപ്പി പെറ്റാലസ് അല്ലെ? സ്റ്റേമനും പെരിയാന്തും കൂടിയുള്ള ഫ്യൂഷൻ ആണ് എന്ത്? ഫ്യൂഷൻ അല്ലെങ്കിൽ അഡിഷൻ ആണ് എന്ത്? എപ്പി ഫൈലസ്. അത് നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യാം? ഇങ്ങനെ ഉണ്ട്. ഓക്കെ. ആക്ടിനോമോർഫിക് പറഞ്ഞ്, സൈഗോമോർഫിക് പറഞ്ഞ്, മെയിൽ ഫ്ലവർ പറഞ്ഞ്, ഫീമെയിൽ ഫ്ലവർ പറഞ്ഞ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? പിന്നെന്താണ്? ബൈസെക്ഷൽ ആണെങ്കിൽ എന്ത്? രണ്ടും വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇതൊക്കെയാണ് കോമൺലി യൂസ്ഡ് എന്താണ്? സിമ്പിൾസ്. അല്ലെങ്കിൽ ഇതാണ് സെമി ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ. ഈ സെമി ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോറൽ ഫോർമുലാസും ഫ്ലോറൽ ഡയഗ്രാംസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? വരക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് ഇവിടെ ഈ പിക്ചറിന്റെ ഇവിടെ നോക്കണം. ഇത് സൊളനേസിയ ഫാമിലിന്റെ എന്താണ്? ഫ്ലോറൽ ഫോർമുലയാണ്. ഇതെന്താണ്? ഫ്ലോറൽ ഡയഗ്രാം ആണ്. അപ്പൊ ആദ്യം ഫ്ലോറൽ ഫോർമുല നോക്ക്. ഫസ്റ്റത്തത് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ആ റൗണ്ട് ഇത് എന്താ സിഗ്നിഫൈ ചെയ്യുന്നത്? പറയും. എവിടെ പോയ എല്ലാരും? ഇതെന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഇത് എന്തിനെ സിഗ്നിഫൈ ചെയ്യണേ? ആക്ടിനോമോർഫിക്. അത് കഴിഞ്ഞിട്ട് ഇതെന്താണ്? ബൈസെക്ഷൽ ആണ്. അപ്പോൾ സൊളനേസിയ എന്ന് പറയുമ്പോൾ പൊട്ടാറ്റോ ഫാമിലിയാണ്. അവർക്ക് എന്താണ്? ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്. K5 K5 എന്ന് പറഞ്ഞാൽ എന്താണ്? കാലിക്സ് 5, അതായത് 5 സെപ്പൽസ് ഉണ്ട്. അതെന്താണ്? ഗാമോ സെപ്പാലിസും കൂടിയാണ്. ഫ്യൂസ്ഡ് ആണ്. 5 സെപ്പൽസ് ഉണ്ട്, ഫ്യൂസ്ഡ് ആണ്. കാരണം എന്താ? ബ്രാക്കറ്റ് ഉണ്ട് അല്ലെ? പിന്നെന്താണ്? C5 കണ്ട, 5 എന്തുണ്ട്? 5 പെറ്റൽസ് ഉണ്ട്. അതും എന്താണ്? ഫ്യൂസ്ഡ് ആണ്. ഗാമോ പെറ്റാലിസ്. എ എന്ന് പറഞ്ഞാൽ എന്ത്? ആൻഡ്രീഷ്യം. അതെന്താണ്? 5 സ്റ്റേമെൻസ് ഉണ്ട്. ഓക്കെ. 5 സ്റ്റേമെൻസ് ഉണ്ട്. അതെന്താണ്? ഫ്യൂസ്ഡ് അല്ല. സ്റ്റേമെൻസ് ഫ്യൂസ്ഡ് അല്ല. കണ്ട, ഇതില്ല, ബ്രാക്കറ്റ് ഇല്ല. പക്ഷെ എന്താണ്? സ്റ്റേമനും കൊറോളയും കൂടി എന്താണ്? അഡിഷൻ ഉണ്ട്. നമ്മൾ പഠിച്ചിരിക്കണ എന്താണ്? എപ്പി എപ്പി പെറ്റാലസ് അല്ലെ? സ്റ്റേമനും സ്റ്റേമനും എപ്പി പെറ്റാലസ്, സ്റ്റേമനും എന്തും കൂടി, കൊറോളയും കൂടിയുള്ള അഡിഷൻ. എപ്പി പെറ്റാലിസിന് എക്സാമ്പിൾ എന്താ പഠിച്ചത് നമ്മള്? ബ്രിഞ്ചോൾ എവിടെ വരുന്നത്? സൊളനേസിയയിലല്ലേ വരുന്നത്? അതാണ് അഡിഷൻ. പിന്നെ G2 എന്ന് പറഞ്ഞാൽ ഗൈനീഷ്യം. ബൈ കാർപ്പലറി ഓവറിയാണ്. പിന്നെന്താണ്? ജി അടിയിലാണ് വര അല്ലെ? ജി മേലെ, വര അടിയിലുമാണ്. അപ്പൊ എന്താണ്? സുപ്പീരിയർ ഓവറിയാണ് അല്ലെ? വര അടിയിലാണെങ്കിൽ സുപ്പീരിയർ. അതായത് ജി എവിടെ നോക്കുക? ജി വരയുടെ മേലെയാണെങ്കിൽ സുപ്പീരിയർ, ജി താഴെയാണെങ്കിൽ ഇൻഫീരിയർ. അതിന്റെ എന്താ പറയാ, സെന്റർ പൊസിഷനിലാണെങ്കിൽ എന്താണ്? ഹാഫ് ഇൻഫീരിയർ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോറൽ ഡയഗ്രാം വരക്കാൻ പറ്റും.
ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും എന്താണ് സെയിം ആയിട്ട് നമുക്ക് സിമെട്രി കിട്ടും. അതാണ് എന്ത് ആക്ടിനോമോർഫിക്. അപ്പൊ ഇവിടെ നോക്ക്, ഇതിപ്പോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത്, ഇങ്ങനെ കട്ട് ചെയ്ത്, ഇങ്ങനെ കട്ട് ചെയ്ത്, പിന്നെന്താ ഇങ്ങനെ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത്, ഇതിപ്പോ ഞാൻ 6 പ്ലെയിനിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് എങ്ങനെ കട്ട് ചെയ്താലും എന്താണ്, എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? സിമെട്രി കിട്ടും. അതാണ് എന്ത് ആക്ടിനോമോർഫിക്. അപ്പൊ അത് ഓക്കെ ആയി. അടുത്തത് എന്താണ്? ബൈസെക്ഷൽ. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിലും ഫീമെയിലും സെയിം ഇതിൽ പ്രസന്റ് ആയിരിക്കണം. ഇത് കണ്ട, ഇതാണ് എന്ത് സ്റ്റേമെൻസ് 1 2 3 4 5. ഇത് സ്റ്റേമെൻസ്, ഇതാണ് എന്ത് ഗൈനീഷ്യം. കണ്ട, ബൈകാർപ്പലറി ആണ് ഒരു ഇത്, രണ്ടാമത്തത്. ഓക്കെ, അപ്പൊ എന്താണ്? മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഇതിൽ തന്നെ പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്താണ്? ബൈസെക്ഷൽ ആണ്. അടുത്തതാണ് K5. K5 എന്ന് പറയുമ്പോൾ എന്താണ്? 5 സെപ്പൽസ് ഉണ്ടോ നോക്കണം. 1 2 3 4 5. 5 സെപ്പൽസ് ഉണ്ട്. അപ്പൊ അത് ഓക്കെ. പിന്നെന്താണ്? C5. C5 എന്ന് പറഞ്ഞാൽ 5 പെറ്റൽസ് ഉണ്ടാവും. ഇതാണ് പെറ്റൽസ്. 1 2 3 4 5. ഈ എഴുതിയ ഓർഡറിൽ തന്നെ K5 C A G, അതാണ് യൂഷ്വലി ഉള്ള ഓർഡർ. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, അതേപോലെ തന്നെ എഴുതണം. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? പിന്നെ A5 ഉണ്ട്. A5 ഉണ്ട്. A5 എന്തല്ല? ഫ്യൂസ്ഡ് അല്ല. ഓക്കെ, A5 ഉണ്ട്, ഫ്യൂസ്ഡ് അല്ല. ഇതൊരെണ്ണം, 2 3 4 5 അല്ലേ? അപ്പൊ A 5 ഉണ്ട്, 5 സ്റ്റേമെൻസ് ഉണ്ട്, ഫ്യൂസ്ഡ് അല്ല. ഗൈനീഷ്യം 2 സുപ്പീരിയർ ആണ്. സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ നമുക്ക് ഫ്ലോറൽ ഡയഗ്രത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല? കാണിക്കാൻ പറ്റൂല. സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്ലോറൽ ഡയഗ്രത്തിൽ കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കണ്ട, ഒരു ഇതില് ഇതാണ്, 2 ഇതുണ്ട്, 2 എന്തുണ്ട്? ഗൈനീഷ്യം എന്താണ്? 2 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ഫ്ലോറൽ ഡയഗ്രം വരയ്ക്കുക. നിങ്ങൾക്ക് ഫ്ലോറൽ, ഇപ്പൊ ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ 3 ഫാമിലീസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്തൊക്കെ? ഫെബേസി ഉണ്ടെന്ന്, സൊളനേസി ഉണ്ടെന്ന്, ലിലേസി ഉണ്ടെന്ന്. അപ്പൊ 3 ഫാമിലീസിന്റെ ഫ്ലോറൽ ഡയഗ്രംസും പിന്നെന്താണ് ഫ്ലോറൽ ഫോർമുല ഞങ്ങൾക്ക് എന്ത് ചെയ്യാണ്ടെന്ന് പഠിക്കാനുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഇപ്പൊ ചിലപ്പോ ഒരു ഫ്ലോറൽ ഫോർമുല കാണിച്ചിട്ട് ചോദിക്കും, ഇത് ഏതിന്റെ ഫ്ലോറൽ ഫോർമുലയാണ്, അല്ലെങ്കിൽ ഏതിന്റെ ഫ്ലോറൽ ഡയഗ്രം ആണെന്ന് ചോദിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മാത്രമല്ല ഇത് നിങ്ങളെ സിലബസിൽ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ആ PDF ഷെയർ ചെയ്ത് തരുമ്പോൾ എന്ത് ചെയ്യുക? ഓരോന്നിന്റെയും ഫ്ലോറൽ ഫോർമുലാസും ഫ്ലോറൽ ഡയഗ്രാംസും എന്ത് ചെയ്യുക? പഠിക്കുക. അല്ലാത്തോടത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ ഭയങ്കര ചാൻസ് കുറവാണ്. അല്ലാത്തത് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. അതായത് ഇപ്പൊ സൊളനേസിയെ നോക്കുമ്പോൾ ഇവിടെ നോക്ക്, എന്താണ്? ഇറ്റ് ഈസ് എ ലാർജ് ഫാമിലി കോമൺലി കോൾഡ് എസ് പൊട്ടാറ്റോ ഫാമിലി അല്ലെ? സൊളാനം ട്യൂബറോസം അല്ല നമ്മളെ പൊട്ടാറ്റോ. ഇറ്റ് ഈസ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ട്രോപ്പിക്സ്, സബ് ട്രോപ്പിക്സ് ആൻഡ് ഈവൻ ടെമ്പറേറ്റ് സോൺസ്. എവിടെയൊക്കെ കാണാം? ട്രോപ്പിക്സിൽ കാണും, സബ് ട്രോപ്പിക്സിൽ കാണും, ടെമ്പറേറ്റ് സോൺസിൽ കാണും. ഇവർക്ക് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആദ്യം നമുക്ക് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് നോക്കാം. വെജിറ്റേറ്റീവ് ക്യാരക്ടറിൽ ഏതൊക്കെയുണ്ട്? സ്റ്റെം ഉണ്ട്, ലീവ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ പ്ലാന്റ് മോസ്റ്റ്ലി എന്താണ്? ഹെർബ്സ് ആവും, ഷ്രബ്സ് ആവും, റയർലി സ്മോൾ ട്രീസ് ആവും. അതായത് വലിയ വലിയ ട്രീസ് ഒന്നും ഈ ഫാമിലിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. ചെറിയ ഹെർബ്സ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഷ്രബ്സ് ആവും, ചിലപ്പോൾ കുഞ്ഞു ട്രീസ് ഉണ്ടാവും. അതിനേക്കാളും വലുതായിട്ട് ലാർജ് ട്രീസ് ഒന്നും എവിടെ കാണാൻ പറ്റില്ല? സൊളേനേസി അല്ലെങ്കിൽ പൊട്ടാറ്റോ ഫാമിലിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. സ്റ്റെമ്മിനെ പറ്റി പറയുകയാണെങ്കിൽ ഹെർബേഷ്യസ് ആണ്, റെയർലി വുഡിയാണ്. അതായത് എന്താണ്? അത്ര ഭയങ്കര കട്ടിയും കാര്യങ്ങളും വുഡിയാവൂല. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒടിച്ച് കളയാൻ പറ്റുന്ന ഹെർബേഷ്യസ് ടൈപ്പ് ഓഫ് എന്തായിരിക്കും? സ്റ്റെം ആയിരിക്കും. ഏരിയൽ ആണ്. ഏരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ലാൻഡ്, നമ്മളെ ചുറ്റുള്ള ഏരിയയിൽ കാണുന്നത്. ഇറക്റ്റ് ആണ്, സിലിണ്ട്രിക്കൽ ആണ്, ബ്രാഞ്ച്ഡ് ആണ്, സോളിഡ് ഓർ ഹോളോ ആണ്, ഹെയറി ഓർ ഗ്ലാബ്രസ് ആണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഇൻ പൊട്ടാറ്റോ ആണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഏത്? സൊളനേസിയ ഫാമിലിയിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് ഏത്? പൊട്ടാറ്റോ. സൊളാനം ട്യൂബറോസും. നിങ്ങൾ ഈ ക്യാരക്ടേഴ്സ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതായത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാം നടത്തുമ്പോൾ ചോദിക്കും. അതല്ലാതെ നീറ്റിന് ചോദിച്ചൊരു ഓർമ്മ എനിക്കില്ല. ഇനി പ്രീവിയസ് ഇയേഴ്സ് നോക്കേണ്ടി വരും. ഉം ഞാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് ഈ ഫ്ലോറൽ ഫോർമുലയെന്നും ഫ്ലോറൽ ഡയഗ്രത്തും ഒക്കെയാണ്. അത് ചിലപ്പോൾ എന്ത് ചെയ്യും? മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ഫ്ലോറൽ ഫോർമുലാസ് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇനി ആ ഫാമിലീസ് ഞാൻ അയച്ചു തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ എല്ലാത്തിന്റെയും ഫ്ലോറൽ ഫോർമുലാസും ഫ്ലോറൽ ഡയഗ്രംസും എന്ത് ചെയ്യാം? പഠിക്കുക. ബാക്കിയുള്ള വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സും ഫ്ലോറൽ ക്യാരക്ടേഴ്സും പഠിക്കുന്നത് നല്ലതാണ്. ഞാൻ ചെയ്തിരുന്നത് ഈ ഫ്ലോറൽ ക്യാരക്ടേഴ്സും വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സും ഒക്കെ എന്ത് ചെയ്തിരുന്നു? ഒരു ടേബിൾ പോലെ ഉണ്ടാക്കിയിട്ട്, ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് 3 ഫാമിലീസ് ഇന്ന്, അപ്പൊ ടേബിൾ പോലെ ഉണ്ടാക്കിയിട്ട് കമ്പയർ ചെയ്യും. ഇപ്പൊ ഒന്നിന്റെ സ്റ്റെമ്മ്, ഇപ്പൊ സ്റ്റെം
കമ്പാരിസൺ ഓഫ് സോളനേസിയസ് സ്റ്റെം വിത്ത് ലിലേസി ആൻഡ് ഫെബേസി അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെന്താണ്, ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ അത് കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ഫ്ലോറൽ ഡയഗ്രംസും ഫ്ലോറൽ ഫോർമുലാസും പഠിക്കണം. നമ്മൾ വിചാരിച്ച പോലെയല്ല, ചിലപ്പോൾ മാറിപ്പോവും. ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ കേന്റെ ഇവിടെ ഈ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അത് തെറ്റിപ്പോയി. അപ്പൊ അത് സോളനേസിയ ഫാമിലി അല്ല. അപ്പോൾ ഓരോന്ന് എന്ത് ചെയ്ത് ശ്രദ്ധിച്ച് പഠിക്കുക, ഏതിനൊക്കെ ബ്രാക്കറ്റ് ഉണ്ട്, ഏതിനൊക്കെ ഫ്യൂഷൻ ഉണ്ട്, ഏതിനൊക്കെ അഡിഷൻ ഉണ്ട് എന്നൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് പഠിക്കാം. അടുത്ത എന്താണ്, ലീഫ്. ലീഫ് എന്താണ്, ഓൾട്ടർനേറ്റ് ആണ്. ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിലോടാക്സി. ഓക്കെ, സിമ്പിൾ ലീവ്സ് ആണ്. റയർലി പിന്നേറ്റ്ലി കോമ്പൗണ്ട്. ചിലതിൽ എന്താണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആവും. ടൊമാറ്റോയിലാണ് ആക്ച്വലി പിന്നേറ്റ്ലി കോമ്പൗണ്ട് ഉള്ളത്. എൻ്റെ ഒരു ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ, അന്ന് പഠിച്ചൊരു ഓർമ്മയാണ്, ടൊമാറ്റോയിൽ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആണ് തോന്നുന്നുണ്ട്. ആണ്, തോന്നുന്നതല്ല, ആണ്. പിന്നെന്താണ്, എക്സ്റ്റിപ്പുലേറ്റ് ആണ്. എക്സ്റ്റിപ്പുലേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിപ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ലീഫ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച് എന്താണ്, ലീഫ് ബേസ് ഉണ്ടല്ലോ, പീറ്റിയോൾ അറ്റാച്ച് ടു സ്റ്റം ത്രൂ ലീഫ് ബേസ്. ആ ലീഫ് ബേസ് നിന്ന് സ്മോൾ എന്താ പറയാ സ്ട്രക്ചേഴ്സ് വരും. നമ്മുടെ കാണിച്ചു തരാം, ഇതാണ് നമ്മുടെ ലീഫ് അല്ലെ. ഈ ലീഫിന്റെ ഇത് പീറ്റിയോൾ വഴി സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ആവും അല്ലെ. അപ്പോൾ ഇതാണ് പീറ്റിയോള്, ഇതാണ് ലീഫ് ബേസ്, ഇതാണ് എന്ത്, ലീഫ് ബേസ് അല്ലെ. ഈ ലീഫ് ബേസിന് എന്ത് ചെയ്യും, ചിലപ്പോൾ എന്താണ് സ്മോൾ സ്ട്രക്ചേഴ്സ് വരും. എന്ത് സ്ട്രക്ചേഴ്സ്, ലീഫ് ലേക്ക് സ്ട്രക്ചേഴ്സ് എന്ന് പറയാൻ പറ്റൂല. നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാല് എന്താണ്, സോറി, ലീഫ് ലേക്ക് സ്ട്രക്ചേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ളത്. സ്മോൾ ലീഫ് ലേക്ക് സ്ട്രക്ചേഴ്സ് കമ്മിങ് ഫ്രം ലീഫ് ബേസ്. അതിനെ നമ്മൾ എന്ത് വിളിക്കുക, അതിനെ നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റിപ്യൂൾ എന്ന് വിളിക്കുക. അതിനെ നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റിപ്യൂൾ എന്ന് വിളിക്കുക. ലീഫ് ബേസ് എന്ന് വരുന്ന സ്മോൾ ലീഫ് ലേക്ക് സ്ട്രക്ചേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുക, സ്റ്റിപ്യൂൾ എന്ന് വിളിക്കുക. അപ്പൊ സ്റ്റിപ്യൂൾ പ്രസന്റ് ആയി നമ്മൾ സ്റ്റിപ്പുലേറ്റ് എന്ന് വിളിക്കും. സ്റ്റിപ്യൂൾ ആബ്സെന്റ് ആയി നമ്മൾ എന്ത് വിളിക്കും, എക്സ്റ്റിപ്പുലേറ്റ് എന്ന് വിളിക്കും. അപ്പൊ സൊളനേസിയ ഫാമിലിയിൽ എന്തില്ല, സ്റ്റിപ്യൂൾസ് ഇല്ല. അപ്പൊ നമ്മൾ അവരെന്ത് വിളിക്കും, എക്സ്റ്റിപ്പുലേറ്റ് എന്ന് വിളിക്കും. പിന്നെന്താണ്, റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണ് ഉള്ളത്. എന്താണുള്ളത്, റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണുള്ളത്. പിന്നെ അടുത്തത് എന്താണ്, അടുത്തത് ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ഫ്ലോറൽ ക്യാരക്ടേഴ്സിൽ എന്തൊക്കെ ഉണ്ടാവും, ഇൻഫ്ലോറസൻസ് ഉണ്ടാവും, ഫ്ലവർ ഉണ്ടാവും, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, പിന്നെ എന്താണ്, ഫ്രൂട്ട്സ്, സീഡ്സ്. ഇത്രയാണ് എന്ത്, ഫ്ലോറൽ ക്യാരക്ടേഴ്സിൽ വരുന്നത്. എന്തൊക്കെയാണ്, ഇൻഫ്ലോറസൻസ് വരും, ഫ്ലവർ വരും, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഫ്രൂട്ട്സ്, സീഡ്സ്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ഇൻഫ്ലോറസൻസ് എന്താണ്, സോളിറ്ററി ആവും, ആക്സിലറി ആവാം. സോളിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ. ആക്സിലറി എന്ന് പറയുമ്പോൾ അതുണ്ടാവില്ല. യൂഷ്വലി സൈമോസ് ആണ്. സൈമോസ് ആസ് ഇൻ സൊളാനം എന്നാ പറയുന്നത്. സൈമോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ അല്ലെ. ലിമിറ്റഡ് ഗ്രോത്ത് ആണെന്നൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ. ഫ്ലവർ നോക്കുമ്പോൾ ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്. രണ്ടും നമുക്ക് എന്തിൽ കാണിക്കാൻ പറ്റും, ഇതാ ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്. നമ്മൾ എന്തിൽ കാണിച്ച്, ഫ്ലോറൽ ഫോർമുലയിൽ കാണിച്ച്. കാലിക്സ് എന്താണ്, അഞ്ചെണ്ണാണ്, യുണൈറ്റഡ് ആണ്, പേഴ്സിസ്റ്റന്റ് ആണ്. പിന്നെ എന്താണ്, വാൾവേറ്റ് ആസ്റ്റിവേഷൻ. ഏസ്റ്റിവേഷൻ നമുക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റൂല. ഏസ്റ്റിവേഷൻ നമുക്ക് ഇവിടെ ഞാൻ എഴുതണ്ട. ഏസ്റ്റിവേഷനും പ്ലാസന്റേഷനും cannot be represented in estivation and placentation cannot be represented in floral formula. Estivation and എന്താണ്, estivation and placentation cannot be represented in എന്താണ്, ഫ്ലോറൽ ഫോർമുല. എസ്റ്റിവേഷനും പ്ലാസന്റേഷനും എവിടെ കാണാൻ പറ്റില്ല, ഒന്നും കൂടി വൃത്തിക്ക് എഴുതി തരാം. എസ്റ്റിവേഷൻ ആൻഡ് പ്ലാസന്റേഷൻ. എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെപ്പൽസിന്റെയും പെറ്റൽസിന്റെ അറേഞ്ച്മെന്റ് അല്ലേ. പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പറയ്. അവിടെ പോയാ, അറേഞ്ച്മെന്റ്. ഓവ്യൂൾസിന്റെ അറേഞ്ച്മെന്റ് അല്ലെ. ഓവറിയിൽ പ്ലാസന്റയിൽ ഓവ്യൂൾസിന്റെ അറേഞ്ച്മെന്റിന് നമ്മൾ എന്ത് പറയാ,
ആസിഡ്. പ്ലാസന്റേഷൻ എന്ന് പറയാം. ഇത് എവിടെ കാണിക്കാൻ പറ്റില്ല, ഫോർമുലയിൽ കാണിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയഗ്രത്തിൽ കാണിക്കാൻ പറ്റും. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഇതും ക്വസ്റ്റ്യൻ ആണ്, അതായത് സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കും. പിന്നെ എന്താണ്, വാൾവേറ്റ് എസ്റ്റിമേഷൻ ആണ്. അഞ്ചെണ്ണാണ്, ഫ്യൂസ്ഡ് ആണ്. നമുക്ക് ഇതൊന്ന് കാണാൻ പറ്റും. എവിടെ, എന്താ, അഞ്ചെണ്ണാണ്, ഫ്യൂസ്ഡ് ആണ്, അല്ലെ. ഇനി അടുത്തത് എന്താണ്, അടുത്തത് കൊറോള. പെറ്റൽസ് 5 ആണ്, അതും ഫ്യൂസ്ഡ് ആണ്, വാൾവേറ്റ് എസ്റ്റിവേഷൻ ആണ്. എസ്റ്റിവേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷെ അഞ്ചെണ്ണാണ്, ഫ്യൂസ്ഡ് ആണെന്നുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും, അല്ലെ. പിന്നെന്താണ്, പിന്നെ ആൻഡ്രീഷ്യം സ്റ്റേമെൻസ് 5 ആണ്, എപ്പി പെറ്റാലസ് ആണ്. 5 എന്ന് പറയുമ്പോൾ എന്താണ്, അഞ്ചെണ്ണം ഉണ്ട്, യുണൈറ്റഡ് ഒന്നുമല്ല. അപ്പൊ ബ്രാക്കറ്റിൽ എപ്പി പെറ്റാലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അദിഷൻ ഉണ്ട്. എന്തിനേറ്റ് അദിഷൻ ഉണ്ട്, കൊറോളനേറ്റ് അദിഷൻ ഉണ്ട്. ഇതാ എപ്പി പെറ്റാലസ് ഉണ്ട്. ഈ മേലുള്ള ഈ സംഭവമാണ് എന്ത് കാണിക്കുന്നത്, എപ്പി പെറ്റാലസ് ആണെന്ന് കാണിക്കുന്നത്. ഓക്കെ. ഗൈനീഷ്യം എന്താണ്, ബൈ കാർപ്പിലറി ആണ്, ഒബ്ലിഗേറ്റ്ലി പ്ലേസ്ഡ് ആണ്, സിങ്കാർപ്പസ് ആണ്, ഓവറി സുപ്പീരിയർ ആണ്, ബൈലോക്യുലാർ ആണ്, പ്ലാസെന്റ സ്വോളൻ വിത്ത് മെനി ഓയിൽസ്, ആക്സൈൽ. പ്ലാസന്റേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്ലോറൽ ഫോർമുലയിൽ കാണിക്കാൻ പറ്റില്ല, പക്ഷെ എന്താണ്, ഡയഗ്രത്തിൽ കാണിക്കാൻ പറ്റും. കണ്ട, ആക്സൈൽ പ്ലാസന്റേഷൻ. എക്സൈൽ എന്ന് പറഞ്ഞാൽ എന്തേനു, ആക്സൈൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാല് ആ ഉം, മറ്റേ ലോക്യുലാറിൽ വരുന്നതല്ലേ, അല്ല, മൾട്ടി ലോക്യുലാർ ആയിട്ട് തോന്നും. അല്ല, മൾട്ടി ലോക്യുലാർ ആയിരിക്കും. ഓവറിയിൽ ഇങ്ങനെ സെപ്റ്റ പോലെ വരും, മൾട്ടി ലോക്യുലാർ ആവും. അവിടെ വരുന്ന പ്ലാസന്റേഷൻ ആണ് എന്ത്, ആക്സൈൽ പ്ലാസന്റേഷൻ, അല്ലെ. അപ്പൊ എന്താണ്, ബൈകാർപ്പിലറി ആണ്, ഒബ്ലീക്ലി പ്ലേസ്ഡ് ആണ്, സിങ്കാർപ്പസ് ആണ്, ഓവറി സുപ്പീരിയർ ആണ്. എല്ലാ സംഭവങ്ങളും എവിടെ കാണിക്കാൻ പറ്റില്ല, ഫോർമുലയിൽ കാണിക്കാൻ പറ്റില്ല. ഇവിടെ എന്തൊക്കെയാ കാണിച്ചിട്ടുള്ളത്, ബൈകാർപ്പിലറി എന്ന് കാണിച്ചിട്ടുണ്ട്, അതേപോലെ സുപ്പീരിയർ ആണെന്ന് കാണിച്ചിട്ടുണ്ട്, സിങ്കാർപ്പസ് ഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കാനാണ് എന്ത്, ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെന്താണ്, ഫ്രൂട്ട് യൂഷ്വലി ബെറി അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ആയിരിക്കും ഇതിൽ വരിക. സീഡ്സ് എന്താണ്, മെനി വരും, എൻഡോസ്പെർമസ് ആണ്. സീഡ്സ് എന്താണ്, മെനി സീഡ്സ് ഉണ്ടാവും, എൻഡോസ്പെർമസ് ഉണ്ടാവും. ഇതാണ് ഇവരുടെ ഫ്ലോറൽ ഫോർമുല. പിന്നെ നിങ്ങൾ മറക്കാണ്ട് പഠിച്ചു വെക്കേണ്ട സംഭവം എന്ന് വെച്ചാല് ഇതിലുള്ള എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ സെപ്പറേറ്റ് തന്നെ പഠിക്കാം. ഫുഡിന്റെ എക്സാമ്പിൾ ആണ് എന്ത്, ടൊമാറ്റോ, ബ്രിഞ്ചോള്, പൊട്ടാറ്റോ. സ്പൈസസിൽ വരുന്നതാണ് ചില്ലി. മെഡിസിൻ പർപ്പസിലുള്ളതാണ് ബെല്ലഡോണ, അശ്വഗന്ധ. അതേപോലെ ഫ്യൂമിഗേറ്ററി എന്ന് പറഞ്ഞാൽ പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ടുബാക്കോ. ഓർണമെന്റൽസിൽ വരുന്നതാണ് പെറ്റോണിയ. ഇതെന്ത് ചെയ്യുക, ഇതെന്തായാലും പഠിച്ചു വെക്കുക. ഇതാണ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ. അതായത് സൊളനേസിയ നിങ്ങൾക്ക് ഇല്ല, പക്ഷെ ഏത് ഫാമിലി ആണോ നിങ്ങൾക്ക് ഉള്ളത് അതിന്റെ എക്സാമ്പിൾസ് എന്ത് ചെയ്യാം, എക്സാമ്പിൾസ് ഇക്കോണമിക്കൽ ഇമ്പോർട്ടൻസ്. അതും വെറുതെ ടൊമാറ്റോ ബ്രിഞ്ചോൾ പറഞ്ഞ് പഠിച്ചു പോകരുത്. ഫുഡിന് ഉപയോഗിക്കണ ഏതാണ്, ടൊമാറ്റോ, ബ്രിഞ്ചോൾ, പൊട്ടാറ്റോ. സ്പൈസ് ആയിട്ട് ഉപയോഗിക്കണ ഏതാണ്, ചില്ലി. അങ്ങനെ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാം, പഠിക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോറൽ ഫോർമുല കിട്ടിയ ഫ്ലോറൽ ഡയഗ്രാം എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സൊളനേസിയ മാത്രമേ ഇതിൽ ടെക്സ്റ്റിൽ ഇപ്പോൾ ഉള്ളൂ, പക്ഷെ നിങ്ങളെ സിലബസിലുള്ള ഫാമിലീസ് ഇനിയും ഉണ്ട്. അതെന്തുണ്ട്, PDF ആയിട്ട് അയച്ചു തരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും ഫ്ലോറൽ ഫോർമുല, ഫ്ലോറൽ ഡയഗ്രാം, ഇക്കോണമിക്കൽ ഇമ്പോർട്ടൻസ്, ഇതെന്തായാലും മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, വായിച്ചു പോവുക. അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ഈ ഫോർമലി കാര്യങ്ങളൊക്കെയാണ് എന്ത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇന്നത്തോടെ കഴിഞ്ഞ്. എന്താണ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു, ഫ്രൂട്ടിനെ പറ്റി പറഞ്ഞു. എന്താണ്, 2 ലെയർ ഉണ്ട്, പെരികാർപ്പ് ഉണ്ട്, സീഡ് ഉണ്ട്. പെരികാർപ്പ് ചിലപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് 3 ലെയർ ആവും എന്ന് പറഞ്ഞ്. ഡ്രൂപ്പ് എന്താണെന്ന് പറഞ്ഞ്, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്താണെന്ന് പറഞ്ഞ്, സീഡ് പറഞ്ഞു. സീഡിൽ എന്താണ്, മോണോകോട്ട് ഉണ്ട്, ഡൈക്കോട്ട് ഉണ്ട്. രണ്ടിന്റെയും സ്ട്രക്ചർ നമ്മൾ എന്ത് പറഞ്ഞു, ഡൈക്കോട്ടിലാവുമ്പോൾ 2 കോട്ടിലിഡൻ ഉണ്ടാവും, മോണോകോട്ടിലാവുമ്പോൾ എന്താ ഉണ്ടാവുക, ഒറ്റ കോട്ടിലിഡനെ ഉണ്ടാവുള്ളൂ, അല്ലെ. പിന്നെന്താ പറഞ്ഞേ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, സെമി ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതായത് ഫ്ലവറിംഗ് പ്ലാന്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലോറൽ ഫോർമുല വഴി അല്ലെങ്കിൽ എന്താണ്, ഫ്ലോറൽ ഡയഗ്രാം വഴിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ എന്തുണ്ട്, ഷോർട്ട് ഫോംസ് ഉണ്ട്. അതായത് നമ്മൾ കാലിക്സ് ഫുൾ ആയിട്ട് എഴുതാതെ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. കുറെ എന്തുണ്ട്, അബ്രിവേഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് ഫോംസ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നും എന്തിനൊക്കെയാണ് എന്താ പറയുക ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ പറഞ്ഞു. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലോറൽ ഫോർമുല എഴുതുക. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞൊരു ഫ്ലോറൽ ഫോർമുലയാണ് എന്തിന്റെ, ഇവിടെ നമ്മൾ സൊളനേസിയന്റെ
ഫ്ലോറൽ ഫോർമുല അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കി. ഫ്ലോറൽ ഡയഗ്രാം നമ്മൾ നോക്കി. പിന്നെ എന്താണ് അതിന്റെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സും ഫ്ലോറൽ ക്യാരക്ടേഴ്സും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. പക്ഷെ നിങ്ങൾക്ക് ഇനിയും ഫാമിലീസ് പഠിക്കണം. ഞാൻ വീണ്ടും പറയുന്നത് അതെന്ത് ചെയ്യണ്ട്, അയച്ചു തരണ്ട്. അപ്പൊ ഇതേപോലെ അതിന്റെ ഡയഗ്രാംസും ഐ മീൻ ഫ്ലോറൽ ഡയഗ്രാം ഫ്ലോറൽ ഫോർമുലാസും എന്ത് ചെയ്യാം, പഠിക്കുക. എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ ഇക്കോണമിക്കൽ ഇമ്പോർട്ടൻസ് വെച്ച് പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഫുഡിന് ഏതാ യൂസ് ചെയ്യുന്നത്, സ്പൈസിന് ഏതാ യൂസ് ചെയ്യുന്നത്, ഫ്യൂമിഗേറ്റർക്ക് ഏതാ യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ എന്ത് ചെയ്താൽ എഴുതി വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ ഫ്ലോറൽ ക്യാരക്ടേഴ്സും വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സും പഠിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പഠിക്കാൻ സുഖം എന്താണ്, കമ്പയർ ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് ഒരു 5 ഫാമിലി എന്തോ നിങ്ങളുടെ സിലബസിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഒരു ടേബിൾ വരയ്ക്കാം. അപ്പൊ ഇങ്ങനെ 5 ഫാമിലി, പിന്നെ സൈഡിൽ അതിന്റെ ക്യാരക്ടേഴ്സ്, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അതെന്തായിരിക്കും, കുറച്ചും കൂടി എന്തായിരിക്കും, ഈസി ആയിരിക്കും. അപ്പോ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞ് ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഡൗട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ അടുത്ത് ചോദിക്കാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്,